ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ. എല്ലാവരും പറഞ്ഞ കൂട്ടായ്മ, ഫെലോഷിപ്പ്. ആമേ. എല്ലാവരും പറഞ്ഞ കൂട്ടായ്മ. ആമേ. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിലാണ് നമ്മൾ പലരും വളരുന്നത്. ആമേ. ഫെലോഷിപ്പ്, ദൈവം തരുന്ന ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങളെല്ലാം എനിക്ക് ദൈവം തന്ന ബന്ധങ്ങളാണ്. ആമേ. ആ ദൈവം തന്ന ബന്ധങ്ങളിലാണ് നമ്മളിൽ പലരും വളർന്നത്. ഹല്ലേലൂയ. ആ ബന്ധങ്ങൾ വീണ്ടും വളർത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ 7 വർഷം എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഇതാണ്: എല്ലാ വലിയ അച്ചീവ്മെൻറ്റിൻ്റെയും എല്ലാ വലിയ നേട്ടങ്ങളുടെയും പുറകിൽ ഒരു ചെറിയ ആഗ്രഹം കാണും. ആമേ. ഒരു ചെറിയ ആഗ്രഹമാണ് വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പറയും എവറസ്റ്റ് കീഴടക്കി. എനിക്ക് ഈ വിജയിച്ച ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലെ വാർത്തയാണ്. നിങ്ങളൊക്കെ വായിക്കുന്നത്, നിങ്ങൾ പത്രം വായിക്കാത്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നല്ല കാര്യം. ഞാനെങ്കിലും പത്രം എവിടെങ്കിലും പോയിട്ട് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈലിലെങ്കിലും പത്രം വായിക്കും. അപ്പോൾ അതിനകത്ത് കണ്ടത് തിരുവനന്തപുരത്തുനിന്ന് ഒരു സഹോദരി കസവ് മുണ്ടും കസവ് സാരിയും എടുത്തുകൊണ്ട് എവറസ്റ്റ് കാണാൻ പോയി. നിങ്ങൾ വായിച്ചില്ലയോ? മക്കളെ പത്രം വായിക്കണോട്ടോ. എന്ത് നടക്കണം, അത്യാവശ്യം ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയണം. ആ സഹോദരി എവറസ്റ്റ് കാണാൻ പോയി. എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോയി. ബേസ് ക്യാമ്പിൽ ചെന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇനി മേലോട്ട് കയറാൻ ഒക്കത്തില്ല. തയ്യക്കടയിൽ ബ്ലൗസും ഉടുപ്പും തയ്ച്ച് അതിൽ നിന്നും മിച്ചം പണം വെച്ചിട്ട് ആ സഹോദരി ചൈന പോയി കണ്ടു, മലേഷ്യ പോയി കണ്ടു. നിങ്ങളായിരുന്നു മിണ്ടുന്നില്ലല്ലോ. എന്നെ എന്തിനായിട്ട് നോക്കി പേടിപ്പിക്കുന്നു? ഞാൻ സത്യമല്ലേ പറയുന്നത്? എല്ലാവരോടും എന്നെ നോക്കി പേടിപ്പിക്കും. സത്യമാണ്. ഇത് എങ്ങനെ മോനെ, ഇതെങ്ങനെ എവറസ്റ്റിൽ പോകുന്നവർ യൂട്യൂബിൽ നോക്കി പഠിച്ചെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, വെറുതെ യൂട്യൂബിൽ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കാം. അപ്പൊ എല്ലാ വലിയ നേട്ടങ്ങളുടെയും പുറകിൽ ഒരു കൊച്ചാഗ്രഹമാണ്. സ്തോത്രം. ഒരാഗ്രഹമില്ലാത്തവനെ നമ്മളിനി എന്ത് ചെയ്താലും അവനെ എങ്ങും എത്തിക്കാൻ പറ്റത്തില്ല. ആഗ്രഹമുണ്ടോ? സ്വപ്നമുണ്ടോ? നിന്നെ തടയാൻ ലോകത്തിൽ ഒരുത്തനും പറ്റത്തുമില്ല. എവിടുണ്ടോ? ഡ്രീമുണ്ടോ? സ്വപ്നമുണ്ടോ? എത്ര പേർക്ക് സ്വപ്നമുണ്ട്? ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഞങ്ങളുടെ ഈ സഹോദരിമാർക്കും കൂടെ ഒന്ന് പരവൂരിന്നൊക്കെ ഒന്ന് സുനിതയൊക്കെ കല്ലുവാതക്കിൽ നിന്നൊക്കെ ഒന്ന് പോയായിരുന്നെങ്കിൽ. സ്വപ്നം കാണണം, ഭയങ്കര സ്വപ്നങ്ങൾ കാണണം. സ്വപ്നം കാണാൻ ചെലവില്ലല്ലോ. സ്വപ്നം കാണാൻ ചെലവുണ്ടോ? ഒരു ചെലവില്ല. ചുമ്മാതെ കണ്ണടച്ച് കിടന്ന് കാണണം. ഞാനിതൊക്കെ പരിപാടി. ഞാൻ ഈ സ്വപ്നം കാണുന്ന ആളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഗ്രഹങ്ങളുള്ള എല്ലാ ആഗ്രഹങ്ങളുമാണ് ഈ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ പറയുന്നത് ഫെയ്ത്ത് എന്ന് പറയുന്ന ഇഷ്ടം, വിശ്വാസം. എന്തുവാ? എല്ലാ അത്ഭുതത്തിൻ്റെയും പുറകിൽ ഒരു കടുകുമണിയുടെ വിശ്വാസം കാണും. ആരും കാണാത്ത അടയൊക്കെ മേലിന്ന് പകലും ഒരു ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കാം. ഒരു കൊച്ചു കടുകുമണിയുടെ വിശ്വാസം. ഒരു കടുകുമണി നമുക്ക് ആർക്കെങ്കിലും അറിയാം എന്തോരം ഉണ്ടെന്ന്? ഒരു കൊച്ചു കടുകുമണിയുടെ വിശ്വാസം കാണും. ഇതുമായിട്ടാണ് മക്കളെ ആ യാത്ര തുടങ്ങുന്നത്. സ്തോത്രം. ഈ 7-ാം വർഷം പരിശുദ്ധാത്മാവിനോട് പറയുന്നൊരു കാര്യം, വലിയ സ്വപ്നങ്ങൾ കാണുക. നിനക്കെടുത്താ പൊങ്ങാത്ത സ്വപ്നങ്ങൾ കാണുക. കാര്യം 7 ഒരു പൂർത്തീകരണത്തിന്റെ വർഷമാണ്. ആഗ്രഹങ്ങൾ ഉള്ളവനെ, വിശ്വാസമുള്ളവനെ ദൈവം കയറ്റി വിടുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറുകളിൽ ഒന്നാണ് വിശ്വാസം, പ്രത്യാശ, പിന്നെ സ്നേഹം. പറഞ്ഞ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 പ്രധാനപ്പെട്ട പില്ലറുകൾക്കകത്താണ് നമ്മുടെ വിശ്വാസ ജീവിതം നിൽക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ കഞ്ഞീനും പറഞ്ഞല്ലോ അല്ല. വേണ്ടുന്നില്ലല്ലോ. എന്തിനകത്തൊക്കെയാ പറഞ്ഞേ? വിശ്വാസം. എന്തോ വിശ്വാസം മോൻസി? എന്തോ വിശ്വാസം? ദൈവം എന്നെ കൈവിടത്തില്ല. ഞാൻ കേട്ടതല്ല സത്യമാണ്.
ഇവിടെ പാസ്റ്റർ പ്രസംഗിക്കുന്ന വചനമെല്ലാം സത്യമാണ്. ഓ വേണ്ടുന്നില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇതെല്ലാം സത്യമാണ്. ഭയങ്കര വിശ്വാസമാണ്. ഒന്നും കാണുന്നില്ല എങ്കിലും ശൂന്യത നോക്കിക്കൊണ്ട് പറയാം ദൈവം നടത്തും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതുകൊണ്ട് ബൈബിൾ പറയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമോ അവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. വേറെ ഒന്നും വിശ്വസിക്കേണ്ട. നീ ഇരുട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ, നീ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ നേരിടുമ്പോൾ നീ ഒരു കാര്യം വിശ്വസിക്കണം, ഞാൻ ദൈവത്തിന്റെ പുറകിലാണ്, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ഓ, ആ വിശ്വാസം എത്ര പേർക്കുണ്ടോ? ഉള്ളവരൊന്ന് കൈ ഉയർത്തി കാണിത്. ഈ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട തൂണാണ്. ഈ വിശ്വാസം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട തൂണാണ്. പിന്നെ പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും കൂടെ എവിടെങ്കിലും ഒരുമിക്കുമോ അവിടെ അത്ഭുതങ്ങൾ ഉറപ്പാണ്. 7ാം വർഷത്തിലെ ചില ദൂതുകൾ നിങ്ങളോട് പറയുക. രാവിലെ ഞാൻ കേട്ട ശബ്ദങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കണം. എല്ലാവരും പറഞ്ഞ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. അടുത്തിട്ട് നാളെ തട്ടിട്ട് പറ, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിനക്ക് എവിടെ എത്തണമെന്നും നീ എവിടെ എത്തുമെന്നും വേണ്ടുന്നില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറ, ലക്ഷ്യബോധം വേണം. ഹല്ലേലൂയ, ഗോൾ സെറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകം മനസ്സിലാകുന്നു. നമ്മുടെ ഈ ക്യാമറയുടെ പ്രത്യേകത, നിങ്ങൾ ലൈവിൽ ഇപ്പോൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഇമേജ് മാത്രമേ ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. ക്യാമറയുടെ പ്രത്യേകത എൻ്റെ ഇമേജും എൻ്റെ മുഖം മാത്രം ക്ലിയർ ആയിട്ട് വരും. ഷാലോം പുറകിൽ കൂടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ വർഷിപ്പ് ചെയ്യാൻ നിൽക്കുന്ന മോൻസി ഇവിടെ കാണിച്ചാൽ ആ മോൻസിയുടെ ഇമേജ് ക്ലിയർ ആവത്തില്ല, ബ്ലറായിട്ട് കിടക്കും. കാര്യം എന്താണെന്നറിയാമോ? അതിനകത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. എന്നെ മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ അങ്ങോട്ട് മാറിയാൽ അതിൻ്റെ ആ മുഖം എൻ്റെ കൂടെ വരും. അതിനകത്ത് കിടക്കുന്ന സോഫ്റ്റ്വെയർ അതാണ്. ആമേൻ. ഈ ഫ്രെയിമിൽ വേറെ ഒന്നും ക്യാച്ച് ചെയ്യാൻ ആ ക്യാമറയ്ക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല. നമ്മുടെ സോണിയുടെ ക്യാമറ അല്ലേ, സോണിയുടെ ക്യാമറക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഇപ്പോൾ എന്നെ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നീ ഫോക്കസ്ഡ് ആണോ? നിന്റെ ഫ്രെയിമിൽ വേറെ ഒന്നും കേറിയാൽ നിന്റെ കണ്ണ് മാറിപ്പോകരുത്. ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഫ്രെയിമിൽ ഒത്തിരി സാധനം കയറും. ഇതാരോടുള്ള ദൂതാണല്ലോ. പക്ഷെ കാണുന്നതെല്ലാം ബ്ലറായി പോയിക്കൊണ്ടിരിക്കണം. നിനക്കൊരു ലക്ഷ്യമുണ്ട്. ഓ, ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുമ്പോൾ ആരോടോ ഇതൊരു പ്രവചന ശബ്ദമാണ്. ഹല്ലേലൂയ. എത്ര പേര് ഫോക്കസ്ഡ്? ആമേൻ. ഈ ചെറിയ ഡിസ്ട്രാക്ഷൻസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ ദൈവദാസന്റെ മീറ്റിങ്ങിൽ സംബന്ധിച്ചപ്പോൾ ആ ദൈവമനുഷ്യൻ ഒരു കുഞ്ഞ് ചിരിക്കാനുമോ കരയാൻ പോലും അവിടെ സമ്മതിക്കത്തില്ല. ദൈവം പറയുന്നത് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനോയിന്റിങ്ങിനെ കൊന്നുകളയുമെന്ന് പറയും. നമ്മുടെ അഭിഷേകത്തെ കൊന്നുകളയുന്ന സാധനമാണ് അശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു വിടുന്നത്. ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഈ ഫ്രെയിമിനകത്ത് വേറെ ആര് വന്നാലും ക്യാമറ ഇത് പിടിക്കത്തില്ല. ആമേൻ. നമ്മുടെ ഫ്രെയിമിനകത്ത് ഒത്തിരി പേര് കയറി വരും മോളെ. പക്ഷെ പൗലോസ് പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനോ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കണം. ആ ഫ്രെയിമിനകത്ത് രോഗം വരും, ആ ഫ്രെയിമിനകത്ത് ശാപങ്ങൾ വരും, ആ ഫ്രെയിമിനകത്ത് പലതും കയറിപ്പോകും. പക്ഷെ നിന്റെ കണ്ണ് അതിനകത്തൊന്നും ക്ലാരിറ്റി കിട്ടരുത്. നിന്റെ കണ്ണിനകത്ത് അതെല്ലാം ബ്ലറായി കിടക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അനോ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ വണ്ടി കയറിയിരിക്കുക. ആ വണ്ടിയിൽ കുറേ പേര് ഇറങ്ങും, കുറേ പേര് നടക്കും. അതൊന്നും നീ മൈൻഡ് ചെയ്യരുത്. നിനക്കൊരു ലക്ഷ്യമുണ്ട്, ട്രിവാൻഡ്രത്തെത്തണം അല്ലേ? സ്തോത്രം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പട്ടി കുരച്ചു. ഒരു പട്ടി ഷീമാട്ടിലെത്തിയപ്പോൾ ഒരു പട്ടി കുരച്ചു. ആ പട്ടി എന്നെ നോക്കിയാൽ കുറച്ചെന്ന് പറഞ്ഞ് നീ അവിടെ ഇറങ്ങി എന്താ പട്ടി കുറച്ചെന്ന് നോക്കിയിരുന്നത്? ഉണ്ടെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തത്തില്ല, നമ്മൾ ലക്ഷ്യത്തിൽ എത്തത്തില്ല. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഷീമാട്ടിൽ നിന്ന് അങ്ങോട്ട് കലുവാതൽ ചെല്ലുമ്പോൾ ഒരാൾ മുണ്ട് മടക്കി കുത്തുന്നു. ആ മുണ്ട് മടക്കിയത് നിന്റെ കുത്തിയാണെന്ന് നീ വിചാരിക്കരുത്. നീ ലക്ഷ്യത്തിൽ എത്തത്തില്ല. ആരെന്തോ ചെയ്തോട്ടെ, നിന്റെ മുമ്പിൽ ഒരു ഫോക്കസ് ഉണ്ട്. കഴിഞ്ഞ 17 വർഷത്തിലുപരിയായിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രെയിമിൽ എന്തെല്ലാം കയറ്റിക്കൊണ്ട് വരുന്നറിയാമോ? എന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ എൻ്റെ കണ്ണെങ്ങും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയാം. ഈ 7ാമത്തെ വർഷം പരിശുദ്ധാത്മ പറയുന്നു, ഒന്നുകൂടെ ക്യാമറയുടെ ലെൻസുകളൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അടുത്ത മാർച്ചിന് മുമ്പ് എൻ്റെ ആത്മീയ ജീവിതം ഇന്ന സ്ഥലത്തെത്തണം.
പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണങ്ങൾ, പ്രതികൂലങ്ങൾ പിശാച് കൊണ്ടുവരുന്നത്, ആമേൻ, നിന്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങൾ പിശാച് കൊണ്ടുവരുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നിന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം, നിന്നെ ഒന്ന് വ്യതിചലിപ്പിക്കണം. പക്ഷെ നമ്മളവിടെ നിന്ന് അനങ്ങുന്നില്ല, നമ്മളവിടെ തന്നെ നിൽക്കുക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ 7-ാം വർഷത്തിലേക്ക് പോകുമ്പോൾ ഈ വർഷം പരിശുദ്ധാത്മ പറഞ്ഞ ദൂതുകൾ ഒന്നുകൂടെ പറയാം. പറഞ്ഞേ, തുറന്ന സ്വർഗം. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും, ഞാൻ കേട്ടില്ല. ഈ വർഷം എങ്ങനെയാണ്? തുറന്ന സ്വർഗം, തുറന്ന നരകങ്ങളല്ല. പറഞ്ഞ തുറന്ന സ്വർഗം. ഇറ്റ്സ് ആൻ ഓപ്പൺ ഇയർ. ആമേൻ, ഓപ്പൺ ഹെവൻ. നിന്റെ വീട്ടിൽ സ്വർഗം തുറന്നു കിടക്കും. എത്ര പേരുണ്ട്? 2 പരിശുദ്ധാത്മാവും ഞാനും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കേട്ടത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുവാൻ തുറന്ന സ്വർഗം എന്ന് പറഞ്ഞതും, ആമേൻ, പരിശുദ്ധാത്മാവും ഞാനും എന്ന് പറഞ്ഞതും വിശ്വസിക്കാതിരിക്കുവാൻ പിശാചി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. നീ കേട്ട വചനങ്ങളെ അവിശ്വസിക്കുവാനുള്ളതെല്ലാം അവൻ ചെയ്യും. കാരണം നീ കേട്ടത് അവിശ്വസിച്ചാൽ ഈ വർഷവും നിന്നിൽ നഷ്ടപ്പെടുത്തി കളയാൻ പിശാചിന് പറ്റും. എന്നാൽ ആരോ പറയുന്നു, ഈ വർഷം ഞാനത് നഷ്ടപ്പെടുത്തത്തില്ല, ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, ഞാൻ ഈ പറയുന്നതെല്ലാം വിശ്വസിക്കും. ഹല്ലേലൂയ. എത്ര പേര് ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞത്, നല്ല നിലത്ത് വീണ വിത്ത്. പറഞ്ഞ്, നല്ല നിലത്ത് വീണ വിത്ത്. അമ്മേ, ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറ. അത് 30, 60, 100 മേനിയായി. തുറന്ന സ്വർഗം, എൻ്റെ ജീവിതത്തിൽ സ്വർഗം തുറന്നു കിടക്കും. അത് നിന്നെ വിശ്വസിപ്പിക്കാതിരിക്കാൻ പിശാച് മാക്സിമം ശ്രമിക്കും. പരിശുദ്ധാത്മാവും ഞാനും. എല്ലാവരും പറഞ്ഞു, പരിശുദ്ധാത്മാവിന് ഞാനും. കേട്ടില്ല. ഞാനും എൻ്റെ പ്രശ്നങ്ങളുമല്ല, പിന്നെ പരിശുദ്ധാത്മാവും ഞാനും. ഞാനും എൻ്റെ രോഗങ്ങളുമല്ല, പിന്നെ പരിശുദ്ധാത്മാവും ഞാനും. ഞാനും എൻ്റെ നിരാശകളുമല്ല, പിന്നെ പരിശുദ്ധാത്മാവും ഞാനും. ഞാൻ അങ്ങനെ ഒത്തിരി ജീവിതം നടച്ചതാണ്. ഞാനും എൻ്റെ പ്രശ്നങ്ങളും, ഞാനും എൻ്റെ തോൽവികളും, ഞാനും എൻ്റെ ആമേൻ സങ്കടങ്ങളും, ഞാനും എൻ്റെ ജപ്തിയും, ഞാനും എൻ്റെ പ്രശ്നങ്ങളും, അങ്ങനെ ഞാൻ ഒത്തിരി ജീവിച്ചതാണ്. പക്ഷേ ഈ വർഷം ഞാനും എൻ്റെ പ്രശ്നങ്ങളുമല്ല, ഞാനും പരിശുദ്ധാത്മാവുമായിട്ട് ജീവിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിനെ മനഃപൂർവമായിട്ട് വിശ്വസിക്കണം. ഇത് മനഃപൂർവമായിട്ടങ്ങ് വിശ്വസിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് മനഃപൂർവ്വം അങ്ങ് വിശ്വസിക്കണം. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. കാര്യം, ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ലൈഫിനെല്ലാം തുറക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള, ബാക്കി പറ, ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും. ആമേൻ. ഒന്നെടുത്ത് എബ്രായർ 4:12-13. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. പുതുതായിട്ട് വരുന്നവർക്ക് അതുകൊണ്ടൊന്ന് കേൾപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ഇരുവായ്ത്തലയുള്ള, ഏത് വാളിനേക്കാൾ. വായിച്ചേ. ദൈവത്തിന്റെ വചനം ജീവനുണ്ട്, ചൈതന്യമുണ്ട്, ഇരുവായ്ത്തലയുള്ള, ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും. ആമേൻ. അത് ചെവിയെ മാത്രമല്ല, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. സ്വത്രം. എന്നിട്ട് അടുത്ത വാക്യം കൂടെ പറ, പെട്ടെന്ന് എടുത്തോ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഓഹോ, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞിട്ട് ബൈബിൾ എന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ പുസ്തകം എന്നല്ലേ പറയേണ്ടത്. സ്തോത്രം. മലയാള മനോരമയ്ക്കകത്ത് എല്ലാം ഉണ്ട്. അവനെന്ന് മലയാള മനോരമയെ വിളിക്കുവോ? നിങ്ങൾ മിണ്ടുന്നില്ല. മാതൃഭൂമിയെ വിളിക്കുവോ? അവനെന്ന് വിളിക്കുവോ? ഇന്ത്യ ടുഡേ അവനെന്ന് വിളിക്കുവോ? അയ്യോ, നിങ്ങൾ ആരെങ്കിലും പറ, എന്തെങ്കിലുമൊക്കെ പറ. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ വചനം. ഒന്നുകൂടെ പറ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും, ഇരുവായ്ത്തലയുള്ള, ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതും, ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും, ബാക്കി പറ, വിവേചിക്കുന്നതുമാകുന്നു. അടുത്തത് എനിക്ക് രസമായിട്ട്, അവന് എന്ന് പറയുമ്പോൾ ഈ വചനത്തെ ഒരു വ്യക്തിയാക്കി അവിടെ മാറ്റുകയാണ്. ഈ വചനമെന്ന വ്യക്തിയാണ്. ആമേൻ. നീ കൈ പിടിച്ചിരിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും 66 പുസ്തകങ്ങളുള്ള ഒരു നോവലല്ല, ഇതൊരു കഥയല്ല, ഇത് ഒരുത്തനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അവൻ പറഞ്ഞ അവൻ ആരാ? അവന്റെ പേര് പറ. കേട്ടില്ല, അവന്റെ പേര് പറ. ആമേൻ. ആ വാക്യം പറഞ്ഞ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അടുത്ത വാക്യം, അവനുമായിട്ടാ ഞങ്ങൾക്ക് കാര്യമുള്ളത്. പറഞ്ഞ എൻ്റെ പ്രശ്നങ്ങളുമായിട്ടല്ല എനിക്ക് കാര്യമുള്ളത്. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ രോഗവുമായിട്ട് ഡീൽ ചെയ്യാനല്ല ഞാൻ ഞായറാഴ്ച വന്നിരിക്കുന്നത്. എൻ്റെ സങ്കടങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനല്ല വന്നിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ പോലും മറച്ചു വെച്ചാലും വെളിപ്പെടുത്തുന്ന ഒരുത്തൻ്റെ മുമ്പിലാണ്. ഓ, ചുരുക്കി പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ സ്കാനിങ് കണ്ണുകൾക്ക് പോലും മറഞ്ഞിരിക്കുന്ന പ്രാണന്റെ അകത്ത് കിടക്കുന്ന പ്രശ്നം, ജീവന്റെ അകത്ത് കിടക്കുന്ന പ്രശ്നം, കുറച്ചുകൂടെ പറഞ്ഞാൽ സന്ധികളുടെ മജ്ജയ്ക്കകത്ത് കിടക്കുന്ന നിന്റെ പ്രശ്നങ്ങളെ കുത്തിപ്പൊക്കിയെടുത്ത് ഇന്ന് പകൽ പരിഹാരം വരുത്താൻ പറ്റുന്ന ഒരുത്തനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഓ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ പറ. എവിടെയൊക്കെയോ നമ്മൾ അവനുമായിട്ട് കയറി കണക്ട് ആയതാണ് നമ്മുടെ ജീവിതത്തിന്റെ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം ഇന്ന് പകൽ ചില പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ഭയത്തെ അവൻ ഡീൽ ചെയ്യും, നിന്റെ നിരാശകളെ അവൻ ഡീൽ ചെയ്യും, മെഡിക്കൽ സയൻസ് നോ പറഞ്ഞതിനെ അവൻ ഡീൽ ചെയ്യും, ബാങ്കുകാർ കൈമലർത്തി കാണിച്ചതിനെ അവർ ഡീൽ ചെയ്യും. ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറൻഷൻ പറഞ്ഞ വിഷയത്തെ അവൻ പറയും, എന്റെ കണ്ണിനൊന്നും മറച്ചു വെക്കാനൊക്കത്തില്ല. ഓ, ഓരോ ഞായറാഴ്ചയും നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ ഇടയിൽ ഡോക്ടർമാർ ഒത്തിരി പേരുണ്ടല്ലോ. എക്സ്റേ എടുക്കാൻ പോകുന്ന മുറിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആമേൻ. സൂക്ഷിക്കണം, ഗർഭിണികൾ സൂക്ഷിക്കണം, അല്ലേ? അതിനകത്ത് റേഡിയേഷൻ, ഭയങ്കര റേഡിയേഷൻ ഉള്ള സ്ഥലമാണ്. സഭായത്തിലൊക്കെ നീ വരുമ്പോൾ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിന്റെ പ്രശ്നത്തോട് പറയുമ്പോൾ സൂക്ഷിച്ചോണമെന്ന് പറയണം. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിന്റെ ആ വീട്ടിൽ കണ്ട പ്രശ്നങ്ങളില്ലേ, സൂക്ഷിച്ചോണം, ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകാന്ന് പറയണം നീ. അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിന്റെ കയ്യിൽ കിട്ടിയ ജപ്തിയുടെ നോട്ടീസിനോട് പറയണം, സൂക്ഷിച്ചോണം. ആമേൻ. ആരെങ്കിലും ഒക്കെ. ഇത് വേറൊരു ഡീലാ പ്രിയപ്പെട്ടവർ, ഇത് വേറൊരു ഡീലാ. ഇന്ന് പകൽ ആ ഡീല് നിനക്ക് നടത്താൻ പറ്റിയാൽ ഉണ്ടല്ലോ, നീ ഒരു അത്ഭുതമായിരിക്കും. നിന്റെ ശരീരത്തിലെ ക്യാൻസറിനോട് പറയണം, സൂക്ഷിച്ചോണം. നിന്റെ നടുവേദനയോട് പറയണം, സൂക്ഷിച്ചോണം. ഞാൻ കേറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പുറപ്പെടുന്ന മുറിക്കകത്തോട്ടാണ് ഞാൻ കേറിയിരിക്കുന്നത്. ആ ശക്തിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് അത്യന്ത ശക്തി, എക്സീഡിംഗ് പവർ. അത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാനിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കൈയടിക്കണമെങ്കിൽ കൈയടിക്കാൻ, ചാടണമെങ്കിൽ ചാടാം. ഞാനിന്ന് പകൽ ചാത്തന്നൂർ ഇൻ ക്രൈസ്റ്റ് ചർച്ചിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളോട് ഞാൻ പറയാ, സൂക്ഷിച്ചോണം. നിന്റെ സ്വകാര്യ പ്രശ്നങ്ങളോട് പറയാ, സൂക്ഷിച്ചോണം. കാര്യം ദൈവത്തിന്റെ വചനം ജീവനും, ഉറക്കെ പറ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും. മനെ നീ നമ്മൾ വാർത്ത കേൾക്കുന്നവരാണ്. വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ചെവികളെ ചിലപ്പോൾ തൊടും, പക്ഷേ നമുക്കൊരു വൈകാരികമായ സങ്കടങ്ങൾ ഉണ്ടാകും. പക്ഷെ അതുപോലെയല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനകത്ത് ജീവനുണ്ട്. ആ ജീവൻ, ഡോക്ടർമാർ പറഞ്ഞ മരണത്തെ ഒന്ന് തൊട്ടാൽ ആ വചനത്തിൻ്റെ ജീവനാൽ നീ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ? നീ വാടി തളർന്നിന്ന് പകലിരിക്കുക, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ചൈതന്യമുണ്ട്. പറഞ്ഞ് കേട്ടില്ല. അടുത്തിരുന്ന തട്ടിയിട്ട് പറ, ചൈതന്യം ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. ആ ചൈതന്യം നിന്റെ മേലെ നടിച്ചാൽ നിനക്ക് ചൈതന്യം വരും. ഹല്ലേലൂയ. നിന്നെ നോക്കി ഒത്തിരി പേർ കൈമലർത്തി, ബ്രദർ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പരിഹരിക്കണ്ട, പക്ഷെ വചനം പരിഹരിക്കും. അയ്യോ ബ്രദറെ, ഈ 66 പുസ്തകങ്ങളുള്ള ഈ കറുത്ത പുസ്തകത്തിനും ബ്രൗൺ പുസ്തകത്തിനും ജീവനുണ്ടോ? ആമേൻ. ഞങ്ങൾ പറയുന്ന ആ സാധനമല്ല ഇത്. ബൈബിൾ എന്ന് ലോകം വിളിക്കും, ഞങ്ങൾ വിളിക്കും അവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങൾക്കിടയിൽ പാർത്തു. ഇന്ന് പകൽ ഒരു വചനം ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. നിന്റെ മരണത്തെ ഡീൽ ചെയ്യാൻ പറ്റുന്ന വചനം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആരുടെയോ മേൽ രോഗസൗഖ്യങ്ങൾ ഇന്ന് പകൽ നടക്കുന്നല്ലോ. ആരുടെ മേൽ ദൈവിക രോഗസൗഖ്യം നടക്കുന്നല്ലോ. പ്രാപിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാപിച്ചേ. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ ഇതൊരു കോടതി മുറിയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ ഇത് വില്ലേജ് ഓഫീസ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ ഇത് ബാങ്കിലെ മാനേജറുടെ റൂം ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ ഇതൊരു ഓപ്പറേഷൻ ടേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ ഇതൊരു വിസയുടെ എമർജൻസി വിസ സ്റ്റാമ്പ് ചെയ്യുന്ന എംബസി ഓഫീസ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് നീ കയറി വന്നാൽ എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇത് ജീവനാണ്, ഇത് ചൈതന്യമാണ്. ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ വ്യത്യസ്തമായ നിലകളിൽ ദൈവാത്മാവ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നല്ലോ. കാണാൻ നിൽക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ, വിശ്വസിക്കുന്നവർ യാവേ Rafa Elohim എന്തും എവിടെയും വെച്ചും വെളിപ്പെടും. യാവേ വെളിപ്പെടും, ജായിറേ വെളിപ്പെടും, എൽ ഷദായ് വെളിപ്പെടും, ക്ഷമ വെളിപ്പെടും. എപ്പോഴാ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് സിബിയുടെ വീട്ടിൽ ഞാൻ പോയി. എന്തോ ഒരു അവസാനമായിട്ട് ചെന്നപ്പോൾ പോയി പറഞ്ഞു പുതിയ വീട് വരാൻ പോകുന്നു പറഞ്ഞാൽ. എനിക്കറിയത്തില്ല അവർക്ക് വീടിൻ്റെ പ്ലാൻ ഉണ്ടോ, വീട് വരയ്ക്കുകയാണോ. പക്ഷേ ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞൊരു പുതിയ വീട്, ഇവിടുന്ന് താമസം മാറാൻ പോവാം. എല്ലാവരെയും വിളിക്കാൻ സമയമായി, പെട്ടെന്ന് വിളിക്കണം നമുക്ക്. 3 ആഴ്ച കഴിഞ്ഞ് 4 ആഴ്ചയായപ്പോൾ എന്നെ ഒരു പുതിയ വീടിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളത് വാങ്ങിച്ചു, താക്കോൽ അടുത്ത ആഴ്ച കിട്ടും. ആരെന്ന പകൽ വിശ്വസിക്കുന്ന ആരാ? വാ യാവേ യാവേ Rafa Elohim Shaddai ഞാൻ ആവർത്തിക്കും, നീ നിന്റെ പ്രശ്നങ്ങളോട് പേടിക്കാനാ പറഞ്ഞിട്ട് വന്ന്. നമുക്കിവിടെ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് അത്രയും പ്രശ്നങ്ങൾ. എൻ്റെ പ്രശ്നങ്ങളല്ല ലതാനിയുടെ പ്രശ്നം, ലതാനിയുടെ പ്രശ്നമല്ല സുനിതയുടെ പ്രശ്നം, സുനിതയുടെ പ്രശ്നമല്ല പ്രീതയുടെ പ്രശ്നം, ഞങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല സജിബ്രദറിന്റെ പ്രശ്നം, സജിബ്രദറിന്റെ പ്രശ്നമല്ല ജോർജാന്റെ പ്രശ്നം, ജോർജാന്റെ പ്രശ്നമല്ല വിജയമ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാ സ്വാമി. എന്നാൽ ആ പ്രശ്നങ്ങളോടെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞായറാഴ്ച നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സൂക്ഷിച്ചോണം. ഞാൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വേറൊരുത്തരുമായിട്ട് ഡീൽ ചെയ്യാൻ പോവാ. ആരുമായിട്ടാ? ജീവനുള്ള വചനവുമായിട്ട്, ചൈതന്യമുള്ള വചനവുമായിട്ട്,
പ്രാണന വരെ വേർപിടിക്കും വരെ ചെല്ലുന്ന വചനവുമായിട്ട് ഞാൻ ഡീൽ ചെയ്യാൻ പോവാ. ഞാൻ ആവർത്തിക്കാം, അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കോടതി മുറിയാകാനുള്ള സാധ്യതയുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് പരിഹരിക്കാൻ പറ്റാത്തത് വചന ശുശ്രൂഷയിൽ പരിഹരിക്കപ്പെടും. ആരെങ്കിലും ഉണ്ടോ? ഇത് സർജറി ടേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. RCCയിലെ ഡോക്ടർമാർ കൈമലർത്തിയതിനെ വചനം പോയി ഡീൽ ചെയ്യും. ഇത് വില്ലേജ് ഓഫീസാകും, അതിര് തർക്കങ്ങൾ തീർക്കും. ഇത് ഫാമിലി കോർട്ടാകും, മാരേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. കാര്യം ബൈബിൾ പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇത് 66 പുസ്തകത്തിന്റെ കഥയല്ല, ഇത് ഒരുത്തന്റെ കഥയാണ്. അവന്റെ പേരാണ് നസ്രയനായ. അവന്റെ പേരാണ് നസ്രയനായ. അവന്റെ പേരാണ് നസ്രയനായ. ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ടാണ് പറഞ്ഞ. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവമാണെന്ന് പറഞ്ഞ. ഇത് ദൈവമാണെന്ന് പറ. ഹല്ലേലൂയ. പറഞ്ഞ ദൈവത്തിന്റെ വചനം ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ന്യൂസ് നാളെ വായിച്ച ഒരു എക്സൈറ്റ്മെന്റ് കാണത്തില്ല അല്ലേ? ഇന്നത്തെ ന്യൂസ് നാളെ വായിച്ചാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല അല്ലേ? ആമേൻ. ഇന്നത്തെ ന്യൂസ് അടുത്ത മാസം കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. റാന്നിയിലെ വെള്ളപ്പൊക്കം എല്ലാവരുടെയും ഹോട്ട് ന്യൂസ് ആയിരുന്നു, എല്ലാ ചാനലില്. ഇപ്പൊ അതെങ്കിലും കണ്ട തട്ടിയും വിടും, വലിയ പീറ്ററെ തട്ടിയും വിടും. ഹല്ലേലൂയ. ആമേൻ. എല്ലാ പത്രങ്ങളും പറയുന്ന ഹോട്ട് ന്യൂസുകൾ കുറച്ച് കഴിയുമ്പോൾ ആമേൻ അത് ന്യൂസ് അല്ലാതായി മാറും. പക്ഷേ നീ 10,000 തവണ വായിച്ച വാക്യവുമാണെങ്കിലും നീ 11,001 വായിക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ജീവൻ നിന്റെ മേൽ ചാടി വീഴും. ആർക്കാ ഇത് മനസ്സിലായിട്ടുള്ളേ? നീ 1000 തവണ കാണാതെ പറഞ്ഞിട്ടുള്ള വാക്യമാണെങ്കിലും 1001 തവണ നീ വായിക്കുമ്പോഴും അതിനകത്ത് എന്തോ വന്ന് നിന്നെ തൊടുന്നതിന്റെ കാര്യം ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് മാത്രമല്ല, ഇത് യേശുവാണ്. യേശുവാ. യേശു. Come on. വായികൾ തുറന്ന് യേശുവാ. യേശു. ലേഖനം എടുത്ത് എബ്രായ ലേഖനം 4:13. ഹീബ്രൂസ് 11:13. എല്ലാരും വായനേ. എല്ലാരും വായിച്ചേ, ഉറക്കെ വായിച്ചേ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. ശകലം അവന്റെ മുമ്പിൽ കണ്ണിന് നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുക. നീ മൂടിയതും പിശാച് മൂടിയതും മനുഷ്യൻ മൂടിയതും എല്ലാം അവന്റെ മുമ്പിൽ നഗ്നവും. അടുത്ത വാക്യം പറ. അവനുമായിട്ടാകുന്നു നമുക്ക്. പറഞ്ഞേ അവനുമായിട്ടൊരു ബന്ധപ്പെടാൻ വന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അവനുമായിട്ടാണ് ഞങ്ങളുടെ കാര്യം. പിശാചേ, നീ ഞങ്ങളുടെ ഫ്രെയിമിലില്ല. പിശാചേ, രോഗം ഞങ്ങളുടെ ഫ്രെയിമിലില്ല. ഞങ്ങളുടെ കണ്ണിലൊന്നും അത് ഫ്രെയിമിൽ ഉടക്കുന്നില്ല. ഞങ്ങൾക്കെതിരെ പിശാച് പറഞ്ഞതൊന്നും ഞങ്ങളുടെ കണ്ണിലില്ല. ഞങ്ങൾക്കെതിരെ മനുഷ്യൻ പറഞ്ഞ ഞങ്ങളുടെ കണ്ണിലില്ല. ഞങ്ങളുടെ കാര്യം അവനുമായിട്ടാണ്. ഞങ്ങളുടെ കാര്യം അവനുമായിട്ടാണ്. ജോയലേ, ഞങ്ങൾ അവനിൽ മാത്രമാണ് ഫോക്കസ്ഡ്. കാര്യം അവനാണ് ഞങ്ങളെ വിളിച്ചത്. അവനാണ് ഞങ്ങളെ നീതീകരിച്ചത്. അവനാണ് ഞങ്ങളെ ശുദ്ധീകരിച്ചത്. അവന്റെ രക്തമാണ് ഞങ്ങളുടെ പാപത്തെ കഴുകിയത്. അവനാ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ മക്കളാണെന്ന്. അവനാ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ അവകാശിയാണെന്ന്. അവനാ ഞങ്ങളോട് പറഞ്ഞത് ഞാനൊരു പരാജയമല്ല, ഐ ആം മോർ ദാൻ എ കോൺകറർ ആയിരിക്കുമെന്ന് അവനാ പറഞ്ഞ്. അവനുമായിട്ടാ കാര്യം, വചനവുമായിട്ടാ കാര്യം.
കയറി നിൽക്കണം പറയട്ടെ, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കയറി നിൽക്കണം. വിട്ടുകളയല്ലേ സാർ, കയറി പിടിക്കണം, ഭയങ്കരമായിട്ട് കയറി പിടിക്കണം. 7ാമത്തെ വർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവന്റെ കൂട്ടായ്മയിൽ വസിക്കണം. പറഞ്ഞ ജീവന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനല്ല, അതോ ഇല്ല ജീവനല്ല, ജീവന്റെ കൂട്ടായ്മ. പറഞ്ഞ ജീവന്റെ കൂട്ടായ്മ. ഓ കാര്യം ഇത്, ഈ വചനത്തിന് ജീവനുണ്ടല്ലേ. ബിനിച്ചാനൊരു ഇടി കൊടുത്തിട്ട് പറയുന്നത് കൂട്ടായ്മ വസിക്കണം. വചനത്തിനകത്ത് ജീവനുണ്ടല്ലേ. ജീവന്റെ കൂട്ടായ്മയ്ക്കകത്ത് മരണമുണ്ടോ? പറ. നിങ്ങളാരൊന്നും മിണ്ടുന്നില്ല. ആരെങ്കിലും പറ ജീവന്റെ കൂട്ടായ്മ. ഞാൻ കേട്ടില്ല. നമുക്ക് മരണമായിട്ടല്ല കൂട്ടായ്മ, മരണത്തിന്റെ തലയെ തകർത്ത യേശുവിന്റെ ജീവനുമായിട്ടുള്ള കൂട്ടായ്മ. മിണ്ടുന്നില്ല. യേശു എങ്ങനെ മരണത്തെ തകർത്ത? തൻ്റെ മരണത്താൽ. ആ വിഷയം, തൻ്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തലയെ തകർത്ത്. എങ്ങനെ? തൻ്റെ മരണത്താൽ. അവൻ മരിച്ചിട്ട് അവൻ അതിനെ കോൺകർ ചെയ്തെന്നാ പറഞ്ഞേക്ക്. എനിക്ക് ഇന്ന് രാവിലെ പറയാനുള്ളത്, രാവിലെ ചുമ്മാ പ്രസംഗം കേട്ട്, സംഗീത പ്രസംഗം കേട്ടിട്ട് പോലും മോളെ, ചേമ്പിലെ വെള്ളം കിടക്കുന്ന പോലെ ആകരുത് നമ്മുടെ സന്ദേശങ്ങൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പലപ്പോഴും പ്രസംഗം കേട്ട് ചേമ്പിലെ വെള്ളം കിടക്കുന്ന അവസ്ഥ. താമരയുടെ ഇലയ്ക്കകത്ത് വെള്ളം എടുത്ത് എന്തോ ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഒഴുകിപ്പോവും. അതിനകത്ത് ഒരു സംഭവം പോലും ഇല്ല. അതങ്ങ് പോവാ. 7 വർഷമായി. ഇനി അടുത്തൊരു തലത്തിലേക്ക് കയറണ്ടേ? കയറണോ വേണ്ടേ? പറ. ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് പോണ്ടേ? പറ. ഓ, ജീവന്റെ കൂട്ടായ്മ. ഉറക്കെ പറഞ്ഞേ. വെളിച്ചത്തിന്റെ കൂട്ടായ്മ. വെളിച്ചത്തിന്റെ കൂട്ടായ്മയ്ക്ക് ഇരുട്ടുണ്ടോ? പറ. വെളിച്ചത്തിന്റെ കൂട്ടായ്മയിൽ ഇരുട്ടില്ല, ജീവന്റെ കൂട്ടായ്മയിൽ മരണവും ഇല്ല. ഈ 2 കാര്യങ്ങൾ ഈ വർഷം ഫോക്കസ് ചെയ്തോണം. നീ രോഗത്തെ ഒന്നും ശാസിക്കണ്ട, വെളിച്ചത്തിലോട്ടൊക്കെ ചെന്നാ മതി, രോഗം തന്നെ പൊക്കോളും. എഴുതുന്നില്ലല്ലോ. സ്വോത്രം. എന്താ ഈ കൂട്ടായ്മ എന്ന്, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഫെലോഷിപ്പ്? അതാ ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തുടങ്ങിയത്. ശ്രദ്ധിച്ച് കേൾക്കണേ. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തുടങ്ങിയത് എങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം 15-ലാണ് ആ റിലേഷൻഷിപ്പിനെ, കൂട്ടായ്മയെ കുറിച്ച് ഒരു റെവലേഷൻ പഠിപ്പിക്കുന്നത്. കൂട്ടായ്മയുടെ വെളിപ്പാട്. പറഞ്ഞ കൂട്ടായ്മയുടെ വെളിപ്പാട്. കേട്ടില്ല, ഉറക്കെ പറ. എനിക്കും സെബിയും അന്നോഹയും കെവിനും മോൻസിയും സഹോദരന്മാരും ഒക്കെ ആയിട്ട് ഒരു ദിവസം കൊല്ലത്ത് വരെ പോകാൻ പറ്റും അല്ലേ? പക്ഷേ ഒരു 25-30 കൊല്ലം നമ്മൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു റെവലേഷൻ കാണണം. ഓ, എന്റെ കൂടെ ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. പറഞ്ഞേ കൂട്ടായ്മയുടെ വെളിപ്പാട്. പറഞ്ഞേ. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ചിൽ വന്നവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ചർച്ചിൽ വരാൻ ഈസിയാണ്, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരുപാട് പക്ഷേ അടുത്തൊരു 5 വർഷം, അടുത്തൊരു 10 വർഷം നിങ്ങൾക്കിതിൽ തുടരണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വെളിപ്പാട് കിട്ടണം. പറഞ്ഞേ, കൂട്ടായ്മയുടെ വെളിപ്പാട്. അത് പഠിപ്പിച്ചത് റൈസൻ തോമസ് അല്ല, അത് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ. പറഞ്ഞേ, എന്നിൽ വസിപ്പീൻ. പറഞ്ഞേ, ഉറക്കെ പറ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. കേട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഉറക്കെ പറ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എന്തിനാ വസിക്കുന്നത്? കൊമ്പ് കുന്തിരി വളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ബലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നിൽ വസിക്കാൻ നിങ്ങൾ ഫലം കായ്ക്കും. എന്നിട്ട് ഉദാഹരണം പറയുന്നത് എങ്ങനെ ഉദാഹരണം പറയുന്നത്? റൈസൻ തോമസും വിനിതയും ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനും കെവിനും ഒരുമിച്ച് നിൽക്കുന്നത് പോലെയല്ല. ഞാനും എൻ്റെ പിതാവും എങ്ങനെയാണോ കൂട്ടായ്മയിൽ വസിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലായോ? പിതാവിനെ പിരിഞ്ഞ് പുത്രനുമില്ല, പുത്രനെ പിരിഞ്ഞ് പിതാവുമില്ല, ഇവരെ പിരിഞ്ഞ് പരിശുദ്ധാത്മാവുമില്ല. ഈ ഒരു റെവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവനോട് അങ്ങോട്ട്
Praise the Lord. അവരോട് എൻ്റെ കൂടെ ഉള്ളോ ഒന്ന് പറഞ്ഞേ. പിതാവിനെ പിരിഞ്ഞ് പുത്രനും ഇല്ല, പുത്രനെ പിരിഞ്ഞ് പിതാവും ഇല്ല, ഇവരെ രണ്ടുപേരെയും പിരിഞ്ഞ് പരിശുദ്ധാത്മാവും ഇല്ല. ഇതാ വെളിപ്പാട്. ആശാനെ നീ ചർച്ച മിസ് ചെയ്യലോടാ. ഹല്ലേലൂയ. പറഞ്ഞ വെളിപ്പാട്, പറഞ്ഞേ കൂട്ടായ്മയുടെ വെളിപ്പാട്, പറഞ്ഞേ. ഈ കൂട്ടായ്മയുടെ വെളിപ്പാടുണ്ടെങ്കിൽ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല പ്രിയരെ. എന്താ ഈ കൂട്ടായ്മയുടെ വെളിപ്പാടെന്ന് പറഞ്ഞത്? എന്നെ സംബന്ധിച്ച് എനിക്കിതെല്ലാം റെവലേഷൻസ് ആണ്. ഞാനതിനകത്താണ് റൂട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ മിനിസ്ട്രിയിൽ ഒരു ഭയങ്കര അപ്ഗ്രേഡേഷൻ നടന്ന വെളിപ്പാടായിരുന്നു ജോൺ 15. അത് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് പുറകിലാണ് ആ സംഭവം മനസ്സിലാക്കുന്നത്. ജോൺ 15ന്റെ പ്രത്യേകത, അതുവരെയും മോനെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആളുകളാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ. എന്തിനാ കൂടെ നടക്കുന്നേ? കൂടെ നടക്കുന്നവർക്ക് രോഗമുണ്ട്, അവർ കൂടെ വരും. അവർക്ക് സൗഖ്യമാവും, വിഷയം കഴിയുമ്പോൾ പോവും. ആവശ്യമുള്ളപ്പം വരും, ആവശ്യമില്ലാത്തപ്പോൾ പോകും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അങ്ങനെ നടക്കുന്ന ആളോട് പറയാണ്, യേശു പറയാണ്, എന്നിൽ വസിപ്പീൻ. എന്നിൽ, എനിക്ക് വന്നു പോകുന്ന ആൾക്കാരെ, എന്നിൽ റൂട്ടഡായി നിൽക്കുന്ന ആളുകൾ. ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേ? യേശുവിന് നാരങ്ങ ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാം. എങ്ങനെ നാരങ്ങ ഉണ്ടാക്കും? നാരങ്ങയും പഞ്ചസാരയും വെള്ളവുമായിട്ടിരുന്ന നാരങ്ങ ഉണ്ടാവുമോ? ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച്, ഇതിപ്പോൾ നാരങ്ങ ഉള്ളോ? ഇതിപ്പം നാരങ്ങ ഉള്ളോ? ഓക്കെ, നല്ല നാരങ്ങ ഉള്ളായിരുന്നു. ഇനി പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് നാരങ്ങ എനിക്ക് എടുത്തു തരണം. സഭായം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുന്നേ നാരങ്ങ മാറ്റി തരണം. നടക്കുമോ? രേവതി പഞ്ചസാരയും മാറ്റി തരണം. നടക്കുമോ? എന്താ പറ്റാത്ത? പറ, പറ്റാത്തതിൻ്റെ കാര്യം എന്താ? ഇതിനകത്ത് ലയിച്ചു പോയി. എന്നിൽ വസിപ്പീൻ. 25 വർഷത്തെ ക്രിസ്തീയ ജീവിതം ഭയങ്കര സുഖമായിരുന്നില്ല. വലിച്ചു താഴെ ഇറക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. മരണകരമായ പേരിൽ കൂടെ പോയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മിനിസ്ട്രിയിൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ഇവിടുന്ന് മാറാൻ പറ്റാത്തത്? ഇതിനകത്ത് അലിഞ്ഞുപോയി. ഓ, ഇത് മിനിസ്ട്രിയുടെ പ്രശ്നമല്ല, ഇത് സ്റ്റേജിന്റെ വിഷയമല്ല, ഇത് ഫ്ലാഷ് ലൈറ്റിന്റെ വിഷയമല്ല, ഇത് വേറൊരു കൂട്ടായ്മയുടെ വെളിപ്പാടാണ്. അതിന് ദൈവം പറഞ്ഞ ഉദാഹരണം ഷാജഹാന്റെ മുംതാസിന്റെ ഉദാഹരണം അല്ല ദൈവം പറഞ്ഞത്. അതിന് ദൈവം പറഞ്ഞ ഉദാഹരണം ഇവിടുത്തെ ഒരു പ്രേമ കവിതയിലെ ഉദാഹരണമല്ല. അതിന് സ്വർഗത്തിന് പറയാൻ അതിൽ കുറഞ്ഞൊരു വെളിപ്പാടില്ല. എന്റെ പിതാവും ഞാനും എങ്ങനെയാണോ നിൽക്കുന്നത്, ഈ വെളിപ്പാട് ഒരുത്തന്റെ അകത്ത് കയറിയാൽ അവന് ചർച്ചില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇതൊരുത്തന്റെ അകത്ത് കയറിയ ഞായറാഴ്ചകൾ അവൻ രാത്രി, ശനിയാഴ്ച അവൻ ഉറങ്ങാൻ പറ്റത്തില്ല. ഇതൊരുവന്റെ അകത്ത് കയറിയ ഞായറാഴ്ച 3 മണിക്കൂർ അല്ല ഫെലോഷിപ്പ്. 24/7 365 ഡേയ്സ് അവൻ ആ ഫെലോഷിപ്പിൽ നിൽക്കും. എന്താ സംഭവിക്കുന്നത്? ജീവൻ അവന്റെ മേൽ ഒഴുകും, വെളിച്ചം അവന്റെ മേൽ ഒഴുകും. ഒന്ന് കൊരിന്ത്യർ 1:9 വാക്യം വായിക്കുമ്പോൾ ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. 1 Corinthians chapter 1:9 എന്താ എഴുതിയിരിക്കുന്നത്? കാണാതെ പറയണം. ഇതൊക്കെ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന അവൻ കള്ളനല്ല. പറഞ്ഞേ, ആ കൈ പിടിക്കുക, അടുത്ത നാടെ കൈ പിടിക്കുക, എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് പറ, നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന ദൈവം വിശ്വസ്തനാണ്. ആരെങ്കിലുമൊക്കെ നോക്കി പറ ഹല്ലേലൂയ. ഓരോരുത്തരും എവിടെയാ വളരേണ്ടതെന്ന് ആ എൻവയോൺമെന്റ് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിലൊരു ഓറഞ്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഓറഞ്ച് ചെറിയ ഓറഞ്ചാണ്,
കുഞ്ഞു ഓറഞ്ചാണ്, നാരങ്ങയെക്കാളും ചെറിയ ഓറഞ്ചാണ്. അത് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുളിയാണ്. പക്ഷേ ഊട്ടിയിലെ ഓറഞ്ചിന് ഭയങ്കര മധുരമാണ് അല്ലേ? അതവിടെ വളരത്തുള്ളൂ. ആ എൻവയോൺമെന്റ് അതാണ്. എന്തിനാ നിന്നെ ഇൻ ക്രൈസ്റ്റിൽ കൊണ്ടുവന്നേ? എന്താ വേറെ ചർച്ചില്ലായിരുന്നു? ഉണ്ടായിരുന്നു മോനെ. പക്ഷെ നീ വളരേണ്ട എൻവയോൺമെന്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ? ഇത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് 7-ാം വർഷം ഇത് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ ഇവിടെ നിങ്ങൾ വന്നേ? ഇവിടെയാ നീ ഫലം കഴിക്കുന്നേ, ഇവിടെയാ നീ ഫ്രൂട്ട്ഫുൾ ആകുന്നേ, ഇവിടെയാ ഇതിനുള്ള എൻവയോൺമെന്റ് ഉള്ളേ. ആപ്പിള് കാശ്മീരിലെ വളരത്തുള്ളൂ, ആപ്പിള് പരവൂരിൽ ചാത്തന്നൂരിലും വളരത്തില്ല. നീ ഇവിടെ വളരത്തുള്ളൂ. നിന്നെ ഇവിടെ ഇട്ട് വളർത്താനാ എന്റെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ഈ എൻവയോൺമെന്റിൽ ഞാൻ വളർന്നു എന്ന് പറയാൻ തന്റെ ഇടമുള്ളവന്റെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. Oh, come on. Hallelujah. ഇതൊരു എൻവയോൺമെന്റ് ആണ്. ഇതിവിടെ വളരത്തുള്ളൂ, ഇതിവിടെ നീ സെറ്റ് ആകത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു ദൂതുണ്ട്. ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ലോട്ടറി അടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ എന്തോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കാര്യം പറ. ഒരു സഭയുമായിട്ട് നിന്നെ കണക്ട് ചെയ്യും, ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യും. നിന്നെ ഒരു കൂട്ടായ്മയിൽ കണക്ട് ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്തെങ്കിൽ ഓർത്തോ, അടുത്ത 5 വർഷം നിന്റെ ലൈഫ് തിരിക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നു. അടുത്ത 10 വർഷം നിന്റെ ലൈഫിനെ തിരിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഓ ജീസസ്. ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിന്നെ കൊണ്ട് കയറ്റും. ആ കൂട്ടായ്മയ്ക്കകത്ത് നിന്നെ കയറ്റിയാൽ അതിന്റെ അർത്ഥം നിന്റെ ലൈഫിനെ മാറ്റാൻ പ്ലാൻ ചെയ്യുന്നു. എന്താ പിശാച് ചെയ്യുന്നതെന്ന് അറിയാമോ? നിന്നെ അടുത്ത 5 വർഷം, അടുത്ത 10 വർഷം നിന്നെ പൊട്ടിക്കാൻ അവൻ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ അവൻ ആദ്യം ആ കൂട്ടായ്മ കട്ടിയിപ്പിക്കും. എവിടെയോ പിശാച് കൂട്ടായ്മകളെ കട്ടിയിപ്പിക്കുമ്പോൾ ഓർത്തോ, നിന്റെ അടുത്ത സീസണുകളെ മിസ്സാക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ കൂട്ടായ്മയുടെ വെളിപ്പാടുള്ളവൻ അതിനെ മുറിക്കത്തില്ല. കൂട്ടായ്മയുടെ വെളിപ്പാടുള്ളവൻ മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? മക്കളെ, ഇത് മനസ്സിലാവണം. ഞാൻ പറഞ്ഞു, എന്റെ പ്രശ്നം എനിക്ക് നിങ്ങളെ പറ്റിക്കുന്ന പ്രസംഗിക്കാനൊക്കെ അതില്ല. അതാണ് എന്റെ പ്രശ്നം. എനിക്കത് അറിയത്തുമില്ല. ഈ രാജാവ് 5 വെച്ചോ 10 വെച്ചോ 20 എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞാനത് പ്രസംഗിക്കത്തുമില്ല. ഞാൻ ആരും എന്റെ പ്രസംഗം കേൾക്കാൻ വന്നില്ലെങ്കിലും ഞാൻ വചനത്തിൽ വെള്ളം ചേർക്കത്തില്ല. ആമേൻ. ഇത് ജീവനുള്ളതാണ്. ഇവനുമായിട്ട് കൂട്ടായ്മയാണ് എനിക്ക്. ഹല്ലേലൂയ. ഇത് ചുമ്മാതെ നോവലല്ല ജോർജ, ഇത് കഥാപ്രസംഗം അല്ല സഹിച്ച. ഹല്ലേലൂയ. ഇത് ദൈവമാണ്. ഇതിനെ വെച്ച് കളിക്കാൻ പാടില്ല. ഇതെന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇത് ജീവനുള്ളതാണ്, ഇതിന് ചൈതന്യമുള്ളതാണ്. ഇത് പ്രാണനെ ആത്മാവിനെ സന്ധി മജ്ജകളെ വേർപിടിക്കുന്നതാണ്. എന്നെ ദൂത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, കൂട്ടായ്മയ്ക്കകത്ത് വളർന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളാരും ഒറ്റയ്ക്ക് വളർന്നവരല്ല. വിജയമാറേട്ടനെയും കുടുംബത്തെയും ഈ എൻവയോൺമെന്റിലെ വളർത്താൻ പറ്റത്തുള്ളൂ ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരും അങ്ങനെയായിരുന്നു. ലതാന്റെ ഈ എൻവയോൺമെന്റിലെ വളരത്തുള്ളൂ. ഇതൊരു വെളിപ്പാടാ മോൻസി. ഈ എൻവയോൺമെന്റിലെ നീ വളരാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു വെളിപ്പാടകത്ത് കയറണം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള ഈ അതിനെ ഒരു റെവലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താണ് എങ്ങനെ പറഞ്ഞു തരണ്ടേ? ബിനോയ് ഒന്നമനെ പറയട്ടാ. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ്, ഇതൊരു റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു ബന്ധമല്ല. മറിച്ച് ഡിവൈൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിവൈൻ ഷെയറിംഗ് ആണ്. പിതാവിന്റെ നേച്ചർ പുത്രനിലേക്കും പുത്രന്റെ നേച്ചർ നമ്മളിലേക്കുള്ള ഡിവൈൻ ഷെയറിംഗ് ആണിത്. പുത്രനിൽ എന്തെല്ലാം ഉണ്ടോ, പിതാവിന് എന്തെല്ലാം ഉണ്ടോ, കൂട്ടായ്മ പുത്രനുമായിട്ട് പിതാവിന് പിതാവിൽ എന്തെല്ലാം ഉണ്ടോ അതത്രയും പുത്രന്റെ മേൽ കാണും. മനസ്സിലാവുന്നുണ്ടോ?
ഫെലോഷിപ്പ് കട്ട് ചെയ്ത് കളയും പിശാച്. ഫെലോഷിപ്പ് കട്ട് ചെയ്ത് കളയുമ്പോൾ പിശാച് എന്താ പ്ലാൻ ചെയ്യുന്നേ? അവൻ ദൂരെ കൂട്ടി എന്തോ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നു. ആമേൻ. പിതാവിന് എന്തെല്ലാം ഉണ്ടോ അത് പുത്രനിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അതാണ് ഫെലോഷിപ്പ്. എന്റെ കൂടെ ഉണ്ടോ? അല്ലാതെ ചായ കുടിക്കാൻ വന്ന കൂട്ടായ്മയല്ല. പിന്നെ നമുക്ക് തട്ടോടെ പോയി ചായ കുടിച്ചിട്ട് വരാം. അവിടെ പോയി ചായ കുടിച്ചിട്ട് നിന്റെ പൈസ നീ കൊടുക്കുന്നു, എന്റെ പൈസ ഞാൻ കൊടുക്കുന്നു. അതല്ല ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചാൽ ആ കൊമ്പിൽ എന്തെല്ലാം, മുന്തിരി വള്ളിയിൽ എന്തെല്ലാം ഉണ്ടോ അത് കൊമ്പിൽ കാണാൻ പറ്റും. മുന്തിരി വള്ളിയിലെ ജീവൻ കൊമ്പിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് കാണാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ ഇന്ന് പകൽ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇരുന്ന മോനെ, ഇതെങ്ങനെ പറഞ്ഞുതരണ മക്കളെ? എന്നോട് പറഞ്ഞുതരാം. ചിലപ്പോഴൊക്കെ ഇടുക്കി ഡാം തുറന്നത് കേൾക്കത്തില്ലേ? ഇടുക്കി ഡാം തുറക്കുന്നത് ഇവിടുത്തെ KSEBയുടെ നേതൃത്വത്തിലാണ് ഇടുക്കി ഡാം തുറക്കുന്നത്. ഇടുക്കി ഡാം തുറന്നിട്ട് നെഗമോളെ അബിഗയിലെ പറയുകയാണ്, ലക്ഷ്മി പറയുകയാണ്, ഗവൺമെന്റ് പോയി പറയേണ്ടത്, മന്ത്രിസഭ പറയാണ്, ഒറ്റ മീൻ ഇതിനകത്തൂടെ ചാടി പോകല്ലോ, ഡാമിലെ വെള്ളം മാത്രം പോകണം, മീനെല്ലാം മാറിയിക്കണോ? നടക്കുന്ന കാര്യമാണ്. പറ 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 നടക്കോ പ്രീതേ? നടക്കോ രേവതി? പറ, ആരെങ്കിലും ഒക്കെ പറ, നടക്കോ ഇല്ലെന്ന് പറ. മോൻസി, ഇവിടെ മീനെല്ലാം സൈഡിലോട്ട് നിൽക്കണം, അത് ഞങ്ങളുടെയാണ്, വെള്ളം മാത്രം പോകണം, നടക്കുന്ന കാര്യമല്ല. ആ ഡാമിനകത്ത് അതെല്ലാം ഉണ്ടോ തുറന്ന് വിടുന്നിടത്ത് അതെല്ലാം ചെല്ലും. പറ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും, പറ ആരെങ്കിലും ഒക്കെ പറ, പുത്രനായ ക്രിസ്തുവുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പിശാചിന്റെ ജങ്ക് ചുമക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നേ. ഞങ്ങളുടെ പിതാവായ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും. പുത്രനിൽ എന്തെല്ലാം ഉണ്ടോ അത് എന്റെ ജീവിതത്തിൽ. അയ്യോ, ഇത് മനസ്സിലാകുന്ന എത്ര പേരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഹല്ലേലൂയ പറയണം. ഇതിന്റെ വെളിപ്പാട് നിന്റെ അകത്ത് കയറണം. ഓ, ഇത് പറയുമ്പോൾ ഭയങ്കര ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നെടുമ്പനയിലെ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കാണണം. ആ ഡാമിനകത്തുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ കാണണം. പിന്നെ ഡാം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഡാമിനകത്തൊക്കെ കലക്കമുള്ളതുണ്ട്. ഈ ഡാമിലെ കലക്കമുള്ള പോലെ പിതാവായ ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല. അതിനകത്തുനിന്ന് കലക്കൽ ഒറ്റ സാധനം നിന്റെ വീട്ടിൽ കയറത്തില്ല. കാര്യം അവനിൽ ഇരുട്ടില്ല, അവനിൽ ശാപമില്ല. ദൈവം വിശുദ്ധനാകുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അയ്യോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് ഹല്ലേലൂയ പറ. ഈ 7ാമത്തെ ദിവസം തുടങ്ങുമ്പോൾ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോവുക. അടുത്ത 10 മിനിറ്റിനകം എവിടെയോ ബന്ധം മുറിഞ്ഞു കിടക്കുന്നത് ഇപ്പൊ ദൈവം തിരിച്ച് കണക്ട് ചെയ്യാൻ പോവുക. എവിടെയൊക്കെയോ പിശാച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇന്ന് പകൽ 7ാമത്തെ വർഷം ദൈവം ഭയങ്കരമായിട്ട് വെയിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒറ്റ ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്തതുപോലെ, ഞാനില്ലെങ്കിൽ അജോ ഇല്ല, അജോ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ കെവിൻ ഇല്ല, കെവിൻ ഇല്ലെങ്കിൽ സജി ഇല്ല, സജി ഇല്ലെങ്കിൽ ജോർജാനില്ല, ജോർജാനില്ലെങ്കിൽ ആമേൻ ഇവിടുത്തെ സോഫിയ ഇല്ല. ആമേൻ, ഇങ്ങനെ ബന്ധങ്ങൾ കെട്ടുപിടഞ്ഞ് കിടക്കുന്നത് പോലെ ഒരു ഭയങ്കരയുടെ കൂട്ടായ്മയുടെ വെളിപ്പാടിലേക്ക് ഇൻ ക്രൈസ്റ്റ് കയറട്ടെ. എന്നിട്ട് ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചാത്തന്നൂരിലെ ഞങ്ങളുടെ വീട്ടിൽ കാണട്ടെ. ക്രിസ്തു എന്ന ദൈവത്തിൽ, വചനത്തിൽ ജീവനുണ്ട്. ഞങ്ങളുടെ വീട്ടിലും ജീവൻ കാണും. അവനിൽ വെളിച്ചമുണ്ട്, ഞങ്ങളുടെ വീട്ടിലും വെളിച്ചം കാണും. അവനിൽ സൗഖ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിലും സൗഖ്യം കാണും. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അവനിൽ കലക്കൽ ഒട്ടുമില്ല. അവനിൽ നിരാശയുണ്ടോ? പറ. അവനിൽ ഡിപ്രഷൻ ഉണ്ടോ? ഫെലോഷിപ്പ് പറഞ്ഞ ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഉറക്കെ പറ, കൂട്ടായ്മ. അതൊരു വെളിപ്പാടാ പ്രിയപ്പെട്ടത്. അതൊരു ഭയങ്കര വെളിപ്പാടാണ്. എന്റെ ലൈഫിനെ മാറ്റിയ വെളിപ്പാടാണ്. അന്നാണ് എനിക്ക് കൂടുതൽ ദൈവബന്ധത്തിലേക്ക് ഞാൻ കയറിയത്. എനിക്ക് കൂടുതൽ ദൈവബന്ധം കയറിയപ്പോഴാണ് എൻ്റെ ഡിവൈൻ റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡിവൈൻ റിലേഷൻഷിപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില ആളുകൾ കാണും, നമ്മളിങ്ങനെ വാടി തളർന്ന് കിടക്കുകയായിരിക്കും. പക്ഷെ ആ വ്യക്തി നമ്മളുമായിട്ട് കണക്ട് ആകുമ്പോൾ നമുക്കൊരു ചൈതന്യം വരും.
ആ വ്യക്തി നമ്മളുമായിട്ട് കണക്ട് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ ജീവൻ ചലിക്കും. അതൊരു സഭയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെ പറഞ്ഞു തരണ്ടേ? അജോ ഞാൻ വന്നോളവനെ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ബിനോയ് ഒന്ന് ഇവിടെ നിൽക്കും, ഇവിടെ രണ്ടുപേരും നിൽക്കും. ശലോം വന്ന് നിൽക്കണം, അങ്ങനെ പറയാം. ശരവണൻ വന്ന് നിൽക്കണം, ഒരു 3-4 പേര് നിൽക്കും. എന്തിനെന്നറിയോ? ഞാൻ 97 വിശ്വാസത്തിൽ വന്നു. 97 വിശ്വാസത്തിൽ വന്ന് നിൽക്കുന്ന ഞാൻ ചർച്ചിൽ അവിടെ ഗ്രോത്ത് ഫോക്കസ്ഡ് അല്ല. അവർക്ക് ഗ്രോത്തിനെ കുറിച്ച് പറയാനറിയത്തില്ല. അവർക്ക് എന്നെ വളർത്തുന്നൊരു വെളിപ്പാടില്ല. സോ ആ സമയത്താണ് എനിക്ക് ഡിവൈൻ കണക്ഷൻസ് കിട്ടുന്നത്, ഒരു സ്പിരിച്വൽ കവറിങ്, ഒരു സ്പിരിച്വൽ ഫാദർ എന്ന റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടുന്നത്. ആ ഡിവൈൻ കണക്ഷൻ ഇല്ലെങ്കിൽ റൈസൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയില്ല. റൈസൻ തോമസ് എന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ, ആ കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇൻ ക്രൈസ്റ്റ് സഭകളില്ല. മനസ്സിലാവുന്നു? ആ കണക്ഷനകത്ത് അജോയെ ദൈവം കണക്ട് ചെയ്തു. ആ കണക്ഷനകത്ത് ബിനോയെ കണക്ട് ചെയ്തു. ആ കണക്ഷനകത്ത് ഷാലോമിനെ കണക്ട് ചെയ്തു, ശരവണനെ കണക്ട് ചെയ്തു. എന്താ സംഭവിക്കുന്നറിയോ? പിശാച് ഏറ്റവും വലിയ തന്ത്രം ഈ ഫെലോഷിപ്പിനെ പൊട്ടിക്കണം. ഫെലോഷിപ്പിനെ പൊട്ടിച്ചാൽ എന്ത് സംഭവിക്കും? ഗ്രോത്തിനെ തടയാൻ പറ്റും. ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറുമായിട്ടുള്ള ബന്ധം കട്ടായി പോയാൽ, ഇതൊന്നും പറയുന്ന ആർക്കും ഇഷ്ടമല്ല, ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഇതിന്റെ സത്യമാണ്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മോനെ, ഇത് നിങ്ങളുടെ എല്ലാ ഫ്ലോയും ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നിലേക്ക് നിറവുകൾ വരുന്നില്ലടാ, ഞാൻ ഫില്ലാകുന്നില്ല. പതിയെ നിങ്ങളുടെ എല്ലാം ഗ്രോത്തിനെ ബാധിക്കും. അത് ഇവിടെ വെച്ചാ കട്ടായി പോകുന്നെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ബന്ധത്തെ ബാധിക്കും. എന്തിനാ ദൈവം നമ്മളെ കണക്ട് ചെയ്ത്? നമ്മൾ ഒരുമിച്ച് നിന്നാലേ വളരത്തുള്ളൂ. ഇൻ ക്രൈസ്റ്റിനകത്ത് നിങ്ങൾ മാത്രമല്ല വളർന്നു, ഇൻ ക്രൈസ്റ്റിൽ റൈസും തോമസും ബിരുദയും വളർന്നു. എന്നിൽ കൂടെ അജോ മാത്രമല്ല വളർന്നു, അജോയിൽ കൂടെ ഞാനും വളർന്നു. എന്നിൽ കൂടെ വാസന്തി ആന്റി മാത്രമല്ല, വാസന്തി ആന്റിയിൽ കൂടെ ഞാനും വളർന്നു. ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ എനിക്ക് വാസന്തി ആന്റി ഒഴിവാക്കാൻ പറ്റുമോ? ഈ ഒരു വെളിപ്പാട് നമ്മൾക്കിടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വളർച്ചയ്ക്ക് തടസ്സമാവുമോ? ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ബിനോയെ വളർത്താൻ അജോ മാക്സിമം ശ്രമിക്കും. ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ശരവണനെ വളർത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. കാര്യം ഇതൊരു ഡിവൈൻ ഫെലോഷിപ്പാണ്. ഞാൻ സഭായോഗത്തിൽ കൺവെൻഷൻ പ്രസംഗിക്കുകയല്ല, ഞാൻ ആകാശത്തിലേക്ക് പൂത്തിരി എറിയുന്ന പ്രസംഗം ചെയ്യല്ല. എനിക്ക് റിസൾട്ട് വേണം. എനിക്ക് ഓരോരുത്തരുടെയും ഗ്രോത്ത് കാണണം. എനിക്ക് ഓരോരുത്തരും വളരുന്ന കാണണം. ആമേ. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് ഞാൻ ഒരു കുഞ്ഞിനോട് പറഞ്ഞു, ആട്ടിക്കൊള്ളൂന്ന് പറഞ്ഞു. അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്നെ അപ്പാന്ന് വിളിച്ച കൊച്ചാ അത്. എന്നെ അപ്പാന്ന് വിളിച്ചതാ, എന്നെ പാസ്റ്ററെന്ന് വിളിച്ച കൊച്ചല്ലത്. ആട്ടിക്കൊള്ളൂന്ന് പറഞ്ഞു. നിനക്ക് എന്താ കാര്യം? എന്നെ പപ്പാന്ന് വിളിച്ചപ്പോ എനിക്ക് അടിക്കണ്ടേ? പാസ്റ്ററെന്ന് വിളിച്ചാൽ ഞാൻ നിങ്ങളൊരു ദൂരത്ത് നിർത്തും. ഇത് പാസ്റ്റർ ബന്ധം അല്ലല്ലോ. നമ്മളാണോ പറഞ്ഞ ഇൻ ക്രൈസ്റ്റ് കുടുംബം? പറ, ഇറ്റ്സ് എ ഫാമിലി. എത്ര പേർക്ക് വെളിപ്പാടകത്തോട്ട് കയറുന്നു? എവിടെ വെച്ച ഇത് നമ്മൾ മുറിയരുത്, എങ്ങും വെച്ച് മുറിയരുത്. ഇത് കൊമ്പ് മുന്തിരി വള്ളി നിൽക്കുന്ന പോലെ. ഇതിൽ നിന്നും
എന്താ പറയാമെന്ന് ഞാൻ ഇന്ന് സത്യത്തിൽ ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉദാഹരണത്തിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ എങ്ങനെ നോക്കിയിട്ടും ആ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ അജോയ്ക്കോ എബേസിനോ പറ്റത്തില്ല. എനിക്കറിയാം ഞാൻ ഇന്നിപ്പം പറഞ്ഞാൽ സെറ്റാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വിട്ടു. അമ്മേ, പിതാവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുത്രനിലുണ്ട്. പുത്രനിൽ എന്തെല്ലാം ഉണ്ടോ അത് ബിനോയിലുണ്ട്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ. He's so faithful. പറ വിശ്വസ്തനാന്ന് പറ വിശ്വസ്തനാന്ന് പറ. ഒറ്റ കാര്യമാണ്, നമുക്ക് ഒരൊറ്റ വെളിപ്പാട്. നമ്മൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്നു കൊടുക്കണം. നമ്മളിത് മുറിക്കരുത്. നമ്മുടെ ഈ ചെയിൻ മുറിക്കാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. അത് കോവിഡിനകത്തായിരുന്നു ബ്രേക്ക് ദ ചെയിൻ. ഇതങ്ങനല്ല. ഇതെന്തു വില കൊടുത്തും ഇതിനെ നിലനിർത്തുകയാണ്. ഓരോ വർഷം കഴിയുന്നവരും ഈ ബന്ധം ദൃഢമാവുകയാണ്. അതിന്റെ അർത്ഥം ആരും ആരുടെയും വളർച്ചയ്ക്ക് തടസ്സമല്ല, ആരും ആരുടെയും വളർച്ചയ്ക്ക് ശത്രുവല്ല. ഇത് ഒരുമിച്ച് വളരുകയാണ്. അതിനെയാണ് കൊലോസി ലേഖനവും കൊരിന്ത് ലേഖനം പറയുന്നത്. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവനും ശുദ്ധമായും സന്ധികളാലും ഞരമ്പുകളാലും തീർന്നില്ല. അടുത്ത വാക്യം പറയുന്നത് ശരീരം ഒരുമിച്ച് വളരുന്നു, കെട്ടിടം ഒരുമിച്ച് വളരുന്നു. ഇവിടെ ശരവണനും വളരും, ഇവിടെ ശാലോമും വളരും. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. കൂട്ടായ്മയുടെ വെളിപ്പാട് പറഞ്ഞില്ല. ഞാൻ കേട്ടില്ല. കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. പറഞ്ഞു പെട്ടെന്ന് എടുത്ത് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അതൊരു ഭയങ്കര ഇൻവിറ്റേഷൻ ആണ്. എൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ്. ആമേൻ. കൂട്ടായ്മയിലേക്കൊരു ഇൻവിറ്റേഷൻ ആണ്. ഞാൻ പറഞ്ഞു ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പ്രസംഗത്തിലെത്തിയ സാഹചര്യമുണ്ട്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആമേൻ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കേണ്ടതിന്. മനസ്സിലാവുന്നു? നമുക്കിത് അതാ പറഞ്ഞു, ഇതാ കുറച്ചുകൂടെ ഗൗരവത്തിൽ ഇതിനൊന്ന് ഡീൽ ചെയ്യാവോ? കുറച്ചുകൂടെ ഗൗരവത്തിൽ ഈ വചനത്തിൽ നിന്ന് ഡീൽ ചെയ്യാവോ? പറഞ്ഞ അവൻ ഹല്ലേലൂയ ഇസ് ദ പേഴ്സൺ. ഹല്ലേലൂയ. വ്യക്തി പറഞ്ഞ പേഴ്സൺ. ഹല്ലേലൂയ. വ്യക്തി. ആമേൻ. അവൻ പറഞ്ഞ അവൻ. ഹി. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ, ഇന്നലെ ഞാൻ പറഞ്ഞു, യോഹന്നാന് ഇത് എഴുതുമ്പോൾ ഏകദേശം അവനൊരു 90 വയസ്സ് കാണുമായിരിക്കാം. AD ആമേൻ 95-100 ആ കാലഘട്ടത്തിലാണ്, ഫസ്റ്റ് സെഞ്ചുറിയുടെ ലാസ്റ്റിലാണ് യോഹന്നാൻ തന്നെ ലേഖനം എഴുതുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാന് യേശുവിൻ്റെ ഗ്യാങ്ങിലെ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു യോഹന്നാൻ. ഏറ്റവും ചെറുപ്പക്കാരൻ. അവൻ ജനിച്ചപ്പോൾ മുതൽ യേശുവിനെ അറിയാം, യേശുവിനെ അടുത്തറിയാം. ആമേൻ. യേശുവിനെ അടുത്തറിയാവുന്ന യോഹന്നാന്റെ ലൈഫിൽ ഒരു സംഭവം നടന്നു. ഒരു ദിവസം വേറൊരു കാഴ്ചപ്പാട് അവനുണ്ടായി. പത്മോസ് ദ്വീപിൽ വെച്ച് അവൻ ഈ വചനത്തെ ശരിക്കൊന്ന് കണ്ടു. ആമേൻ. ആ കണ്ടിട്ട് തിരിച്ചു വന്നവൻ എഴുതിയത്, നസ്രത്തിലെ ജോസഫിന്റെ വീട് തൊട്ട് എനിക്ക് അറിയാവുന്നവനല്ല, ആദ്യം മുതലുള്ളവൻ. ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? മുമ്പുള്ളവൻ, എന്റെ രോഗത്തെക്കാൾ മുമ്പുള്ളവൻ, എന്റെ ഭയത്തെക്കാൾ മുമ്പുള്ളവൻ. പറഞ്ഞ ആദ്യം മുതലുള്ളവൻ. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ആൽഫ, പറഞ്ഞ അവൻ ഒമേഗ, ഇരുന്നവൻ, വരുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അവനെ ശരിക്കും കണ്ടാൽ നമ്മുടെ ജീവൻ ആമേൻ വേറെ നിലയിൽ പോകും.
ക്രൂശിക്കപ്പെട്ടവനെ ശരിക്കും നിങ്ങൾ കാണണം. ക്രൂശിക്കപ്പെട്ടവനെ ശരിക്കും നിങ്ങൾ കാണണം. ഹല്ലേലൂയ. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നവനല്ല സത്യത്തിൽ യേശു. ഹല്ലേലൂയ. എല്ലാവരുടെയും ധാരണ ആണ് യേശുവിനെ തൂക്കി പിടിച്ചേക്കുന്ന. അല്ലല്ലല്ല, അവൻ അവിടെ കിടക്കുമ്പോഴും പ്രപഞ്ചത്തെ മുഴുവൻ അവനാ താങ്ങിക്കൊണ്ട് നിൽക്കുന്നേ. ഹല്ലേലൂയ. അവനെ അങ്ങനെ കാണണം. അവനെ അങ്ങനെ കാണാൻ തുടങ്ങിയാൽ അവൻ ജീവനായി നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ അക്ഷരങ്ങൾക്ക് ജീവൻ വെക്കാൻ തുടങ്ങും. ഈ അക്ഷരങ്ങൾക്ക് ചൈതന്യം വെക്കാൻ തുടങ്ങും. ഈ അക്ഷരങ്ങൾ നിന്റെ സന്ധി മജ്ജകളെ വേർപിടിക്കാൻ തുടങ്ങും. ഈ അക്ഷരങ്ങൾ നിന്റെ വീടിനെ മാറ്റാൻ തുടങ്ങും. ഈ അക്ഷരങ്ങൾ നിന്റെ ഭയത്തെ പൊട്ടിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ യോഹന്നാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ. 30 യോഹന്നാൻ കുറെ നാളായി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. അവന് ഇളയാളായതുകൊണ്ട് മാറിലൊക്കെ ചാരിയിരിക്കുകയും ആമേൻ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി വലിയ പീസൊക്കെ യോഹന്നാന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആമേൻ 33 വർഷം മുതൽ അവൻ യേശുവിനെ അറിയാം. പോട്ടെ, കുറഞ്ഞ 30 വർഷമായിട്ടെങ്കിലും യേശുവിനെ അവൻ അറിയാം. എങ്ങനെ അറിയാം? അവനറിയാം നസ്രത്തുകാരനായിട്ട് അറിയാം, ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തെ അവന്റെ കാഴ്ച കാണുകയാണ്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ തിരിഞ്ഞു നോക്കിയപ്പോൾ കാഴ്ച കാണുകയാണ്. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഹല്ലേലൂയ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാൽപാദങ്ങളോടുകൂടെ ഹല്ലേലൂയ പറയുന്നൊരു വാക്കുണ്ട്. ആമേൻ. യോഹന്നാനെ മുമ്പേ മരിച്ചവനായിരുന്നു. ബാക്കി പറ. എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നവൻ പറയുകയാണ്, ആദ്യം മുതലുള്ളവൻ. ഈ സഭായോഗത്തിൽ എല്ലാവരും പ്രസംഗം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ നീ ജീവനുമായിട്ട് ഡീൽ ചെയ്തിട്ട് തിരിച്ചു പോകണം. ഹല്ലേലൂയ. എല്ലാവരും ഞായറാഴ്ച വന്ന് കൈയടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കരുത്തുള്ള വചനവുമായിട്ട് ഡീൽ ചെയ്തിട്ട് വേണം നീ തിരിച്ചു പോകാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, ആദ്യം മുതലുള്ള ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഞങ്ങൾ കേട്ടത്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താ യോഹന്നാൻ നീ ന്യായപ്രമാണത്തിൽ കേട്ടത്? ആമേ നിശ്ചയമായിട്ട് അവൻ കേട്ടത് ഉൽപ്പത്തി 1:1 ഉൽപ്പത്തി 1:1 അവൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ന്യായപ്രമാണത്തിൽ കേട്ടതിനെ അവൻ വന്ന് തൊട്ടു. അവൻ കണ്ടതിനെ, അവൻ കേട്ടതിനെ അവൻ കണ്ടു. അവൻ കേട്ടതിനെ കണ്ടപ്പോൾ, അവൻ കേട്ടതിനെ അവൻ തൊണ്ടപ്പോൾ അവൻ എഴുതി തുടങ്ങാൻ വേറെ കഥയൊന്നുമില്ല. അവൻ എഴുതി തുടങ്ങുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ലേഖനങ്ങൾ എഴുതിയപ്പോൾ അവന് വേണ്ടയൊന്നും പറയാനില്ല. അവൻ ഇൻ ദ ബിഗിനിങ്. എല്ലാവരും പറഞ്ഞ ആ യേശുവിനെ നീ ഒന്ന് കാണണം കേട്ടോ. എല്ലാവരും പ്രസംഗിക്കുന്ന യേശു നിന്നെ ഒന്ന് തൊടണം കേട്ടോ. ഇന്ന് പകൽ തൊട്ടാൽ നിന്റെ സാക്ഷ്യം ഏറെയായിരിക്കും. ആരാ ഇന്ന് രാവിലെ ഹല്ലേലൂയ പറയുന്നത്? ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ആയ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേ? ക്രൂശിനെ നമ്മുടെ നടുവിൽ നിർത്തിക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ നമ്മുടെ നടുവിൽ നിർത്തിക്കൊണ്ട് നമ്മളെല്ലാം ചെയ്യണം. എൻ്റെ കൂടെ ഉണ്ടോ? ജോർച്ച വന്നേ. യേശു ആണെന്ന് വിഷയം ചെയ്യുക. ഞാൻ അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. യേശുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുടുംബജീവിതം നയിക്കണം. വിജയമാരട്ടം വന്നേ. യേശുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യണം. അപ്പൊ നമ്മൾ വന്നേ. യേശുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്റെ കരിയർ ബിൽഡപ്പ് ചെയ്യണം. വിനോയ് വന്നേ. യേശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് നിന്റെ മിനിസ്ട്രി ചെയ്യണം. വന്നേ. യേശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് നീ കേട്ട പ്രവചനങ്ങളെ കേൾക്കുക. ഞങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് നീ കേട്ട ദൂതിൽ വളരണം. പല ആംഗിളിൽ നമ്മൾ വളരുമ്പോഴും, പല ആംഗിളിൽ നിങ്ങൾ വളരുമ്പോഴും നിങ്ങൾ എവിടെയായിരിക്കണം നിങ്ങൾ റൂട്ടഡ് ആയിരിക്കേണ്ടത്?
മുന്തിരി വള്ളിയിൽ കൊമ്പ് വസിക്കുന്നത് പോലെ നിന്ന് വിജയമാരട്ടം വളരണം. മുന്തിരിവള്ളിയിൽ കൊമ്പ് ഇരിക്കുന്നത് പോലെ, കൊമ്പ് മുന്തിരിവള്ളിയിൽ ഇരിക്കുന്നത് പോലെ ജോർച്ചൻ അവിടെ വളരണം. ആമേൻ. കൊമ്പിനകത്ത് ആമേൻ മുന്തിരിവള്ളി ഇരിക്കുന്നത്, മുന്തിരിവള്ളിക്കകത്ത് കൊമ്പിരിക്കുന്ന പോലെ ബിനോയ് അവിടെ വളരണം. ഹല്ലേലൂയ. ഈ വളർച്ചയ്ക്കൊരു ഭയങ്കര സൗന്ദര്യമായിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും പറയും ഞങ്ങൾ വളർന്നതാണെന്ന് ആരും പറയത്തില്ല. ഞങ്ങൾ ആകാശത്തുനിന്ന് പൊട്ടിയിറങ്ങിയപ്പോൾ ഇങ്ങനെയാണെന്നും പറയത്തില്ല. ഞങ്ങൾ പറയും അവൻ ഞങ്ങളെ വളർത്തിയതാ, അവനിൽ വേരൂന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്, അവനിൽ റൂട്ടഡ് ആയിരുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നത്, അവനിൽ റൂട്ടഡ് ആയിരുന്നത് കൊണ്ടാണ് എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ആയത്, അവനിൽ റൂട്ടഡ് ആയതുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയത്, അവനിൽ റൂട്ടഡ് ആയതുകൊണ്ടാണ് ഞാൻ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചത്. ഞങ്ങൾക്ക് പുകഴാൻ ഒന്നുമില്ല. He is the center of our life. Come on somebody. 7 വർഷം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവനിൽ കയറി ഡോക്ക് ചെയ്യപ്പെടുക, ആ ജീവനിലേക്ക് കയറി ലോക്കാകുക. ഓ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. അവിടെ ആ ഭയങ്ങളെല്ലാം പൊളിഞ്ഞു പോകണം. ആ ജീവനുമായിട്ട് കയറി ഈ പിതാവ് ലോക്കാകണം. ആ ജീവനുമായിട്ട് കയറി ഈ പിതാവ് ലോക്കാകുമ്പോൾ ആ ഭയങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ഇപ്പോൾ ഭയങ്ങളെ ശാസിക്കുന്നു, മരണ ഭയങ്ങളെ ശാസിക്കുന്നു. ഓ ഓ ഓ യേശുവാ. യേശു യേശു യേശു. എത്ര പേർ അവിടെ കയറി ലോക്കാവുന്നുണ്ട്? എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യം അവിടെ കയറി ലോക്കാകാൻ ദൈവം കൃപ തന്നു. ആമേൻ. ഞാൻ അവിടെ ലോക്കാണ് പ്രിയപ്പെട്ട. ആമേൻ ആമേൻ. ആ അവൻ ആരാന്ന് നടുവിലേക്ക് വിളിക്കുക. ആ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ആ ഇൻവിറ്റേഷൻ ആ ആരിലാണ് ഫോക്കസ്ഡ് ആകുന്നെന്ന് പറയാണ്. ആദ്യം മുതലുള്ളവൻ പറഞ്ഞേ പറഞ്ഞേ. ആമേൻ. അത് നിത്യജീവനായിരുന്നു. അങ്ങനെ ലോക്കായാലുള്ള ഗുണം എന്താണെന്നറിയാം മോനെ? മോളെ ലിറ്റി 4-ാം വാക്യം എടുത്തേടാ. 4-ാം വാക്യം എടുത്തേ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. എന്തോ ആ വാക്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇത് മാത്രം വായിച്ച് മനസ്സിലാകത്തില്ല. 1, 2, 3, 4 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം 3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ കൂട്ടായ്മയുണ്ടാകേണ്ടതിന്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. അപ്പൊ ഈ പരസ്പരമുള്ള കൂട്ടായ്മ എന്തുവാ? ഒരു ചോദ്യം വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവുമായിട്ട് ബന്ധം മതിയല്ലോ, പിന്നെ എന്തിനാ ചർച്ച വരുന്നത്? അങ്ങനല്ല. സിനു പറ ഞാൻ പാരിപ്പള്ളി ഇരുന്ന് പിതാവുമായിട്ട് കൂട്ടായ്മ. ജയമാരേട്ടൻ പറയും ഞാൻ അവിടെ നിന്ന്, കൽപ്പന ചേച്ചി പറയും ഞാൻ അവിടെ നിന്ന് കൂട്ടായ്മ. രേവതി പറയും അങ്ങനല്ല. പറഞ്ഞ് ഞങ്ങളോടുകൂടെ കൂട്ടായ്മ. അടുത്തിരുന്നാളെ തട്ടിട്ട് പറ എന്നോടുകൂടെ കൂട്ടായ്മ. പറ കേട്ടില്ല.
എനിക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്, നിനക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ബ്യൂട്ടി വെളിപ്പെടുന്നത് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയിലാണ്. എന്റെ കൂടെ ഉണ്ടോ? അമ്മേ, ഇതിനെ ആശനെ പിശാച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഫെലോഷിപ്പിനെയാണ് പിശാച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് സഭായോഗത്തിന് വരാൻ മൂടില്ലെന്ന് പറയെങ്കിൽ നീ പറയണം, പിശാച ഇന്ന് എന്ത് വില കൊടുത്ത് ഞാൻ പോയിരിക്കും. ആ കയ്യടി ഒരുമാതിരി ചത്ത കയ്യടി. ആ രാവിലെ എഴുന്നേറ്റിട്ട് രുദ്രെ തലവേദന പോലെ തോന്നുന്നു മമ്മി. തലവേദനയൊന്നും ഇല്ല, എന്തോ തലവേദന പോലെ. എവിടാ? ഇവിടെ. രസവാദ. മുട്ടയെ തലവേദന, വയറ്റിനകത്ത് നെഞ്ചുവേദന, ഗ്യാസ് കയറി, അവിടെ വിരലിന്റെ തുമ്പത്ത് ഗ്യാസ് കയറി. ഇത് ന്യായം കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് ഇതിനകത്തൊരു കഥയില്ലാത്ത സാധനം. ഒരു സംഭവം ഉണ്ടായി, നമുക്കറിയാം അത് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ആർക്കും ഉണ്ടാവാത്ത? എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? വരാൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ ഒരു ദിവസം ഒരു കാരണവും ഇല്ലാതെ ഇന്നൊരു മൂടില്ല, ഇന്നൊരു സഭായത്തിന് പോവാൻ മൂടില്ലെന്ന് നീ പറയുന്നതിൻ്റെ അന്ന് നീ മൂടുണ്ടാക്കണം. കാര്യം അന്നത്തെ ആ സഭായോഗത്തിനകത്ത് എന്തോ നീയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭയങ്കര സാധനം നടക്കാൻ പോവാ. അവിടെ ഇരിപ്പുണ്ടോ? ഇന്ത്യയിൽ കാണുന്നില്ലേ? കൈ പൊക്കി കാണുന്നു. സ്വത്രം സ്വത്രം. അപ്പൊ മനപൂർവമായിട്ട് അന്നത്തെ സഭായത്തിന് വണ്ടിക്കൂലി ഇല്ലെങ്കിൽ നടന്നു കയറി ഇവിടെ വരണം. 60 കിലോമീറ്ററല്ലേ കൊല്ലത്ത് ട്രിവാൻഡ്രത്തുനിന്നല്ലോ. രാത്രി നടന്ന രാവിലെ ഞാൻ താവും. മിണ്ടുന്നില്ല ആരും. രാത്രി നടന്ന രാവിലെ അന്ന് മക്കളെ അന്നത്തെ ആ സാധനം എന്തോ ഒരു കാര്യം നടക്കാനുണ്ടെന്ന്. അന്നൊരു സാധനം നിന്റെ ലൈഫിൽ നടക്കാനുണ്ട്. അന്ന് അത് നീ കേൾക്കരുത്, അത് നീ അറ്റൻഡ് ചെയ്യരുത്. അത് പിശാചിന്റെ ഭയങ്കര പ്ലാനാണ്. ഹല്ലേലൂയ. പരസ്പരമുള്ള കൂട്ടായ്മ പറഞ്ഞേ കേട്ടില്ല. ഇനി അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കും. ഇത്തിരി ധൃതി, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണുകയൊക്കെ വേണം. ഇനി അടുത്ത ആഴ്ച എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാ ഞായറാഴ്ച നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാകും. ഇനി അടുത്ത 4-ാമത്തെ വാക്യം. നമ്മുടെ സന്തോഷം പറഞ്ഞേ പൂർണ്ണമാകാൻ എന്തുവാ പറഞ്ഞേ? ഒരു ഫുൾനെസ് ആയിരിക്കും. നിന്റെ ലൈഫിൽ ഒരു നിറവ് വെളിപ്പെടും ഈ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കാൻ തുടങ്ങിയ. അല്ലെങ്കിൽ ഞാൻ ഈ പലരുടെയും ഞാൻ ചിലരെ വിളിച്ച് ചോദിക്കും, എന്താടാ മുഖം മാടിയിരിക്കുന്നത്, എല്ലാവരും ഈ മുഖം മാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എടി പോടാ എന്ന് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളവരെ ഞങ്ങൾ വിളിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ വിളിക്കത്തില്ല. എനിക്കറിയാം എവിടെയോ ഒരു ഫെലോഷിപ്പ് പിക്ചറയോ എവിടെയോ ഒരു സൂത്രമോ എന്തോ ഒരു സാധനം എന്തോ അബിയെ നെവേ ചോറുണ്ടെന്ന്, നെവേ അബിയെ ചോറുണ്ടെന്ന്, എന്തോ ഒരു സൂത്രം ഉണ്ട്. ഞാൻ പറയട്ടെ, എന്തോ മുഖം വാടിയിരിക്കുന്നു. സ്വാമി എന്തോ പറ്റിയടാ? ഒന്നും ഇല്ല. അജോ എന്തോ പറ്റിയടാ? ഇങ്ങനെ ചോദിക്കുന്നേ. ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. അന്ന് കൈ തന്നപ്പോ കരണ്ടി കൊണ്ട് തന്നെ ചില സമയത്തൊക്കെ വന്ന് കുലിക്കുക, നമ്മുടെ ഷോൾഡർ വരെ ഇളകിപ്പോവും. ഇത്രയൊന്നും പിടിക്കില്ല സ്വത്രം. അതിനകത്തൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ ഒരു പൂർണ്ണതയില്ല. അന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ന് എവിടെയോ കൂട്ടായ്മയ്ക്കകത്ത് ഇച്ചിരി ഡാമേജ് പറ്റി. ഒന്നുമില്ലെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഉടക്കുണ്ടായി, അല്ലെങ്കിൽ അപ്പനും അമ്മയായിട്ടെങ്കിലും ഒരു ഉടക്ക്. അത് ഇവിടെ ഇരുന്ന് പിന്നെ ചാടാൻ പറ്റുമോ? ചാടുമ്പം ഭാര്യ നോക്കും. ഇതിന്റെ ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയാൻ ഭാര്യയ്ക്കും പറ്റുന്നില്ല, ഭർത്താവ് നോക്കും. ഇതല്ലല്ലായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോ. ഈ കൂട്ടായ്മ അങ്ങോട്ട് സ്ട്രോങ് ആണോ? അഭിഷേകത്തിന്റെ ഭയങ്കര ഫ്ലോ ആയിരിക്കും.
പിന്നെ നീ പാടാൻ നിന്ന ജോയലെ ചുമ്മാ അങ്ങ് ഒഴുകുമനോ. പിന്നെ ഡാനിയെ മൈക്ക് എടുത്താൽ മതി മോനെ, എന്ന് പറഞ്ഞങ്ങ് പോവുക. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ. ഈ ചാടാത്ത എന്താ? കൈയടിടാ, പൊക്കടാ, ചാടറാ. നീ നിന്റെ കൂട്ടായ്മയില്ലാത്ത ഞങ്ങൾ എന്തിനാ ചാടിക്കുന്നേ? സ്വത്രം, നീ പോയി കണക്ട് ആവൂ. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറ. നമ്മൾ ആ കണക്ഷനകത്താണോ എന്തോ ഓവർഫ്ലോയാ. മോൻസി പറയുന്നത് എന്നെ എന്നാ വിളിക്കുന്നത്? മോൻസിയുടെ കണക്ഷൻ കറക്റ്റായിട്ട് എനിക്ക് അന്ന് തെറ്റാതെ അവൻ ഫ്ലൂട്ട് വായിക്കും. ഞാൻ തന്നെ അവിടെ നോക്കി, ഇത് ഡാനിയാണോ, ഇത് മോൻസി ആണോ, വേറെ വല്ലവരും ആണോ വായിക്കുന്നത് നോക്ക്. അല്ലെങ്കിൽ എത്ര ഊതിയാലും ഇതിനകത്തൊരു കാറ്റ് വരുത്തില്ല. ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ എൻവയോൺമെന്റിലല്ലേ ഇത് വളരത്തുള്ളൂ. ചക്കരെ ഹല്ലേലൂയ. എനിക്കറിയാം ഇത് ഓരോരുത്തരും. പിന്നെ അവനെ എനിക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടില്ല. കീബോർഡ് എനിക്ക് അത്ര അറിയത്തില്ല. എവനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ഞെക്കി എങ്ങനെയെങ്കിലും ഒരു സൗണ്ട് വരുത്തും. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച ചിലപ്പം പൊക്കും തന്നെ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ഡാനി ചോദിക്കുന്നത് എന്നെ ആരെ പൊക്കും? നിന്നെ പൊക്കും, ജനി പൊക്കും, ജനനി നിന്നെ പൊക്കും. ഹല്ലേലൂയ. ഇത് ഭയങ്കര കൂട്ടായ്മയാ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. പരസ്പരമുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര സൗന്ദര്യമായിരിക്കും. ആരാധനയ്ക്ക് കയറുമ്പോൾ ഒരു സൗന്ദര്യമായിരിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ജോയ് എന്ന വാക്കാ. ജോയ് അല്ലേ? ഇംഗ്ലീഷിൽ ജോയ് എന്നല്ലേ കിടക്കുന്നത്? ജോയ് ഇംഗ്ലീഷിൽ നമ്മളെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? പിന്നെ ജോയ് ആണോ കിടക്കുന്നത്? അത് ഹാപ്പി ആണോ കിടക്കുന്നത്? ജോയ് അല്ലേ? ഓക്കെ, എനിക്ക് ആ വാക്ക് കിട്ടാൻ വേണ്ടി ജോയ്. എന്താ ഈ ജോയും ഹാപ്പിയും തമ്മിലുള്ള വ്യത്യാസം? സ്വത്രം അഭിയഞ്ഞു ഓടിയോ? ഇന്ന് മുതൽ ഈ മൊബൈൽ നീ സ്വന്തമായിട്ട് എടുത്തു. മുഖത്ത് ചിരി കണ്ടോ? ഇത്ര നാൾ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? തട്ടല്ലേ എന്റെ കൊച്ചിനെ, തട്ടല്ലേ. ഈ സാധനമാണ് ഹാപ്പി. നീ ഉപയോഗിക്കണ്ട, ഇനി തന്നേ. സാധനം പോയി. സാധനം. ഹാപ്പിനെസിന്റെ പ്രത്യേകത അത് ഇമോഷണലി കണക്റ്റഡ് ആണ്. നല്ല മാർക്ക് കിട്ടുമ്പോൾ, എല്ലാ പരീക്ഷയും പാസ്സാകും തന്നെയാണ്. 10 മാർക്ക് പോകുമ്പോൾ ഇരുന്നോ ശലോമേ. ആ ലതാൻഡി പിന്നെ നമ്മള് ഒരു ദൂതം കൊണ്ട് പറഞ്ഞത് കറക്റ്റാണെന്ന് ആരെങ്കിലും പറയുന്നതിനൊന്നും അല്ലേ? അല്ല, നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ഹാപ്പി. ജോയ് എന്ന് പറയുന്നത് അതല്ല. ഹാപ്പിനെസ് ഒരു നല്ല ഫുഡ് കിട്ടുമ്പോൾ, ഒരു നല്ല സമ്മാനം കിട്ടുമ്പോൾ, നമ്മൾ ആരെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, വി ആർ ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. പക്ഷെ ജോയ് അങ്ങനല്ല. ഹാപ്പിനെസ് വരും പോകും. ജോയ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ദൈവത്തിന്റെ നേച്ചറാണ് ജോയ് എന്ന് പറയുന്നത്. പിടികിട്ടിയില്ല. അതാ ഹബക്കൂക്ക് പറഞ്ഞത്, അത്തിവൃക്ഷം തളിർത്താലും ഇല്ലെങ്കിൽ എനിക്കെന്നാ, മുന്തിരിവള്ളിയിൽ അതിന്റെ ബലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്നാ, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. കാര്യം അത് മുന്തിരിവള്ളിയുമായിട്ടുള്ള കണക്റ്റഡ് ആയിരിക്കുന്നത്, അത് കന്നാലിയുമായിട്ടുള്ള കണക്റ്റഡ് ആയിരിക്കുന്നത്, അത് ഞാൻ റൂട്ടഡ് ആയിരിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്നും എന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്ന. അത് ഐസ്ക്രീം കിട്ടുന്നത് പോലെയല്ല, അത് KFC കിട്ടുന്നത് പോലെയല്ല. ഹല്ലേലൂയ. അത് യോബ് പറഞ്ഞതുപോലെ, എന്റെ ദേഹം മണ്ണിൽ മറഞ്ഞാലും എന്റെ ശരീരം ക്ഷയിച്ചാലും ഞാൻ അവനിൽ ആനന്ദിക്കും. അതാ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, റിജോയ്സ്, സന്തോഷിപ്പിൻ, റിജോയ്സ്. Come on somebody.
അതിന്ന് പകൽ നിന്റെ മേൽ കണക്ട് ആകുന്നത് കൂട്ടായ്മയിലാണ്. ഓ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതുള്ളവനെ കാണുമ്പോൾ അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭയങ്കര സന്തോഷം, അത് ഭയങ്കര സന്തോഷം. നിർത്തി പ്രാർത്ഥിക്കുക. ബാക്കി അടുത്ത ആഴ്ച. ഭയങ്കര ഹാപ്പി. എന്നെ കണ്ട വല്ല കുഴപ്പമുണ്ടോ? എന്റെ ഭയങ്കര കോൾ അടിച്ചിട്ട് നിൽക്കുകയെന്ന്. എന്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. ഈ ആഴ്ച 15 ലക്ഷം രൂപ കൊടുക്കണം. ബാക്കി അരിപ്രദറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കാണുമ്പോ ഇവിടുത്തെ ബിൽഡിംഗ് കമ്മിറ്റിയെ കാണാതിരിക്കാൻ ഞാൻ മാർച്ച് അവസാനം സിജു എന്തിയ മുങ്ങല്ലോ, എന്നെ കണ്ടിട്ടേ പോകാം. അലക്സ ചാനും കൂടെ പിടിച്ച് ആ കൂട്ടത്തിലോട്ട് ഇടണം. എന്തിയേ ലിനുവാൻറ്റി കുനിഞ്ഞിരിക്കുന്നു. ഈ ആഴ്ച കൊടുക്കണം ബാക്കി 15 ലക്ഷം രൂപ. ഇവിടെ നിന്ന് ചിരിക്കുക. ഇത് ഐസ്ക്രീമായിട്ടും പണവുമായിട്ട് കണക്റ്റഡ് അല്ല. ഇത് പിതാവുമായിട്ടുള്ള കണക്ഷനിലാണ്. അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന അവന്റെ ഒരു നേച്ചറുണ്ട്. ഹല്ലേലൂയ. ഇതാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ രണ്ടുപേർ പാടി ആനന്ദിക്കുന്നതിന്റെ കാര്യം. അതാണ് ആമത്തിൽ കിടന്നുകൊണ്ട് പേനയെടുക്കാൻ കൈകാലുകൾക്ക് ആരോഗ്യമുള്ളപ്പോൾ പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. ഇതെങ്ങനെയാ മോനെ സംഭവിക്കുന്നത്? അത് 10 മീറ്റിംഗ് ഉള്ളത് കൊണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ അറിയുന്നത് കൊണ്ടല്ല. അതൊറ്റ കാര്യമാണ് അതിന്റെ കാരണം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും. ഹല്ലേലൂയ. സിനു ബ്രദറെ, ആ സന്തോഷം പോത്തുമില്ല. ആ സന്തോഷത്തെ പോക്കാൻ ആർക്കും പറ്റത്തുമില്ല. വിജയം പറയട്ടോ, ആ സന്തോഷം പോവോ? കൽപ്പന ചേച്ചി, ആ സന്തോഷം പോവോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആരാണ്ടൊക്കെ അവിടെ നിന്ന് പൊട്ടാസ് പൊട്ടിക്കുന്ന പോലെ ആരാണ്ടൊക്കെ കൈ പൊട്ടിക്കുന്നുണ്ട്. അടിക്കുന്നെങ്കിൽ നല്ലോണം അടിക്കണം. എന്താ പൗലോസ് പറയുന്നത്? ഞങ്ങൾ ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം ഉള്ളവരെ പോലെ നിങ്ങൾ വീണ് കിടക്കുന്നവർ, പക്ഷെ നിരാശപ്പെടാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പക്ഷെ ഇടുങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒരുത്തനും പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് രോഗമുണ്ടെന്നും. 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ശൂലവുമായിട്ടാണ് സഹോദരൻ നിൽക്കുന്നതെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. അവനെപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ പ്രശ്നമുണ്ടെന്നോ അവന്റെ കുടുംബത്തിൽ നിരാശയുണ്ടെന്നോ ആർക്കും പറയാൻ പറ്റത്തില്ല. കാര്യം അവന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ റീസൺ എന്താണ്? ഇതിന്റെ റീസൺ പിതാവായ ദൈവത്തോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ഇരിപ്പ് കണ്ടില്ലേ? മക്കളെ പറഞ്ഞ ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ വെളിപ്പാട്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയുള്ളൂ. അടുത്ത ഞായറാഴ്ച ബാക്കി പ്രസംഗിക്കാം. കൂട്ടായ്മയുടെ വെളിപ്പാട്. ഭയങ്കര സന്തോഷം. ജോർജാനൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ, സൈഫറൊക്കെ ഇരിക്കുമെന്ന് ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ല. സൂപ്പറാ, ഗ്ലാമർ, അടിപൊളി, നല്ല രസമുണ്ട്. ഇങ്ങനെ വരാം, എല്ലാ ആഴ്ചയും ഇങ്ങനെ വരാം. ചിരിയൊക്കെ മോത് വരട്ടെ. കൂട്ടായ്മ എനിക്ക് നിരുപ്പല്ലേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെക്കാൾ അധികം. ഈ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ നിൽക്കാൻ തുടങ്ങിയുണ്ടല്ലോ. നമ്മൾ ഒരു ശരീരമായി വർഷിപ്പ് ടീം, ഒരു ശരീരമായി മിനിസ്ട്രി ടീം, ഒരു ശരീരമായി ആമേൻ
മീഡിയ ടീം, ഒരു ശരീരമായി സൺഡേ സ്കൂൾ ടീം, ഒരു ശരീരമായി വിശ്വാസികളുടെ ബന്ധം. എന്താ സംഭവിക്കും? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുക. ആമേൻ. എനിക്ക് ജോഹലിനോടൊരു സങ്കടമുണ്ടെങ്കിൽ അവൻ പാടുമ്പോൾ എനിക്ക് സന്തോഷമില്ല. ആമേൻ. ഡാനിയോട് എനിക്ക് സങ്കടമാണെങ്കിൽ, ബോസിനോട് എനിക്ക് സങ്കടമാണെങ്കിൽ എനിക്ക് സന്തോഷമില്ല. ഇതെല്ലാം എന്റെയാന്ന് കണ്ടാലോ? ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമുക്ക് കയറാം. ഈ 7-ാം വർഷം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൂട്ടുവിശ്വാസിയുടെ ഉറപ്പ്, ഞാൻ നിന്റെ വളർച്ചയ്ക്ക് ഞാനൊരു കാരണമായിരിക്കും. പറ, നിന്റെ വളർച്ചയ്ക്ക് ഞാനൊരു കാരണമായിരിക്കും. പറ പറ പറ. ആരെങ്കിലും ഒക്കെ നോക്കി പറ, നിന്റെ വളർച്ചയ്ക്ക് ഞാനൊരു കാര്യമായിരിക്കും. ഞാനുമായിട്ടുള്ള കൂട്ടായ്മ നിന്നെ വളർത്തും. ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് പറ, ഞാനുമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങളെ വളർത്തും. അത് മാത്രം കൊടുത്താൽ മതി ഈ വർഷത്തെ ഉറപ്പ്. വേറെ ഒരു ഉറപ്പും കൊടുക്കണ്ട. ആമേൻ. ഞാൻ നിന്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായിരിക്കും. ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് പറ, ഞാൻ നിന്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായിരിക്കും. ആമേൻ. എന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ ഒരു കാരണമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ചേ. ഓ, ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ചെറിയ മുറുക്കി പിടിച്ചു. നൊന്താനും കുഴപ്പമില്ല, ഞെക്കരുത്. എബേസിന്റെ അടുത്ത് നിൽക്കുന്നവർ മാത്രം സൂക്ഷിച്ചാൽ മതി. ഹല്ലേലൂയ. ആമേൻ. മുറുക്കി പിടിച്ചിട്ട് ഒന്നുകൂടെ പറ, വറ്റാത്ത ഉറവേ, വറ്റാത്ത ഉറവേ, തേനീരും മധുരമേ, വറ്റാത്ത ഉറവേ, തേനീരും മധുരമേ, വറ്റാത്ത ഉറവേ, തേനീരും മധുരമേ, വറ്റാത്ത ഉറവേ, തേനീരും മധുരമേ, അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീഴന്നതാമനേ, ആ പൊൻകാർ നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീഴന്നതാമനേ, ആ പൊൻകാർ നീട്ടിപ്പിടിച്ചു. യോഗ്യത എന്നിൽ കണ്ടുവോ? കർത്താവേ, ഒരു പുതിയ സീസണിലേക്ക് ഞങ്ങൾ കയറി നിന്നിട്ട് ഞങ്ങൾ കൂട്ടായ്മയുടെ വെളിപ്പാടിൽ നിൽക്കുന്നു. ഈ 7-ാം വർഷം ഞങ്ങൾ ജീവിക്കുന്നത് കൂട്ടായ്മയുടെ വെളിപ്പാടിലായിരിക്കും. ഞങ്ങൾ പരസ്പരം വളർത്തും, ഞങ്ങൾ പരസ്പരം വളരും. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ഞങ്ങൾ ക്ഷീണിപ്പിക്കത്തില്ല. ഞങ്ങളുടെ ശുശ്രൂഷകൾ കൊണ്ട് ഒരാളെ ഞങ്ങൾ വേദനിപ്പിക്കത്തില്ല. ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃക പിതാവായ ദൈവം പുത്രനിലും, പുത്രനായ ദൈവം പിതാവിലും എങ്ങനെ കൂട്ടായ്മയിൽ നിൽക്കുന്നുവോ അതുപോലെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുവാൻ ഇൻ ക്രൈസ്റ്റിന് ദൈവം വെളിപ്പാട് കൊടുക്കണമേ. കൂട്ടായ്മയ്ക്കെതിരെ ചലിക്കുന്ന ദേശത്തിന്റെ മന്ത്രവാദ ആഭിചാര ശക്തികളെ, ഐക്യതയ്ക്കെതിരെ ചലിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ശാസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സഭയെ ബ്ലസ് ചെയ്യുന്നു. അവന്റെ ജീവനിൽ നിന്നും ഞങ്ങളുടെ മേൽ ജീവൻ ഒഴുകട്ടെ. അവന്റെ വെളിച്ചത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ വെളിച്ചം ഒഴുകട്ടെ. അവനിൽ നിന്നും പ്രാപിച്ച് ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകട്ടെ.
ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി ദൈവം ഞങ്ങളെ ബ്ലസ് ചെയ്യണം. ഈ മാസം ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള 15 ലക്ഷം രൂപ ദൈവം തന്നതിന് സ്തോത്രം. വിശ്വാസത്തോടെ ഞങ്ങൾ അതിന് ആമേൻ പറയുന്നു. അതിന് വേണ്ടുന്ന ഫണ്ടുകൾ അടുത്ത 7 ദിവസത്തിനകം ഞങ്ങളുടെ കയ്യിൽ വരട്ടെ. ഞങ്ങൾ ആമേൻ പറയുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ.